നമുക്ക് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്താണെന്ന് പഠിക്കാം കേട്ടോ. അപ്പം ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിനകത്ത് നമ്മൾ ഊപ്സ് OOP എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇത് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ബേസിക് ആയിട്ടുള്ള പൈത്തണിലെ വാരിയബിൾ എന്താ, കണ്ടീഷണൽ എന്താ, ലൂപ്പ് എന്താ, ഫംഗ്ഷൻ എന്താന്നൊക്കെ അറിഞ്ഞിരിക്കണം. അത് അറിയില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ഉണ്ട്, അത് കണ്ടതിന് ശേഷം ഇത് കാണാം കേട്ടോ. അപ്പൊ അതിട്ട് തന്നെ ഈ ഒരു സംഭവത്തിന്റെ ആവശ്യകത എന്താന്നുള്ള പറഞ്ഞിട്ട് തുടങ്ങാം. അപ്പൊ എന്റെ കയ്യിൽ ഒരു വാരിയബിൾ ഉണ്ട്. ഇപ്പൊ ഞാൻ നെയിം ഈക്വൽ ടു അലക്സ് എന്നിട്ട് ഒരു വാരിയബിൾ ആണ്. അതേപോലെ തന്നെ ഞാൻ വേറൊരു വാരിയബിൾ ഏജ് ഈക്വൽ ടു 20 എന്നിട്ട് വേറൊരു വാരിയബിൾ ഉണ്ട്. ഇവിടെ ഞാൻ വേറെ കുറച്ച് വാരിയബിൾ കൊടുക്കാം. കളർ ഈക്വൽ ടു റെഡ്, മോഡൽ ഈക്വൽ ടു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ നെയിമും ഏജും ഒക്കെ ഒരു ആളിന്റെ പ്രോപ്പർട്ടിയാണ്. ഈ കളറ്, മോഡൽ, സ്പീഡ് ഇതൊക്കെ ഒരു കാറിന്റെ പ്രോപ്പർട്ടിയാണ്. ഇവിടെ പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വാരിയബിളുകളാണ്. ഇത് തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ നെയിം ഏജ് എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യന്റെ പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ ഒരു പേഴ്സന്റെ പ്രോപ്പർട്ടികളാണ്. ഈ കളർ, മോഡൽ, സ്പീഡ് എന്നൊക്കെ പറയുന്നത് ഒരു കാറിന്റെ പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ ഒരു വെഹിക്കിളിന്റെ പ്രോപ്പർട്ടിയാണ്. ഇങ്ങനെ ബന്ധമില്ലാത്ത വാരിയബിളുകളാണ് നമുക്കിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് വേറൊരാളുടെ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നെയിം ടു ഏജ് ടു, അങ്ങനെ ഇത് രണ്ടും ഇങ്ങനെ ഒരു എന്താ പറയുക വിട്ടാ നിൽക്കണത് അല്ലേ. ഈ രണ്ട് വാരിയബിൾ നമ്മളിപ്പോൾ ഒരു ബന്ധമില്ല. ഇനിയിപ്പോൾ ഈ 3 വാരിയബിൾ നമ്മളിപ്പോൾ ഒരു ബന്ധമില്ല. നമ്മൾ എന്താണ് ഇങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളെ പ്രോഗ്രാമിൽ റെപ്രസെന്റ് ചെയ്യാനുള്ള പുതിയൊരു വഴി പഠിക്കുകയാണ്. അതായത് നമുക്കറിയാം റിയൽ വേൾഡിലുള്ള എല്ലാ സാധനങ്ങൾക്കും ഇങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ പ്രോപ്പർട്ടീസ് നമുക്ക് പ്രോഗ്രാമിലും അതേപോലെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കില്ല. അതായത് ഒരാളുടെ പ്രോപ്പർട്ടി ആണെങ്കിൽ ഇതൊക്കെ ഒരാളുടെ അണ്ടറിൽ, ഇനിയിപ്പോൾ ഇതൊരു കാറിന്റെ അല്ലെങ്കിൽ ഒരു വെഹിക്കിളിന്റെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഒരു വെഹിക്കിളിന്റെ അണ്ടറിൽ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കില്ലേ. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഞാൻ എന്ത് ചെയ്യാണ്, ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത് ഒരാളുടെ മാത്രം മതി. ഈ 2 പ്രോപ്പർട്ടി, അതായത് ഈ 2 വാരിയബിളിനെ ഞാൻ എന്ത് ചെയ്യാണ് ഇങ്ങോട്ട് എടുക്കുകയാണ്. എൻ്റെ ക്ലാസ് എന്ന് പറയാണ്, പുതിയൊരു കീവേഡാണ് ക്ലാസ്. ഞാൻ പേഴ്സൺ എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു കോളൻ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നെയിമും ഏജും കൊടുത്തു. ഇവിടെ നിങ്ങൾ പേര് കൊടുത്തപ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ വാരിയബിളൊന്നും പേര് കൊടുക്കുമ്പോൾ നമ്മൾ ക്യാപിറ്റലിൽ തുടങ്ങില്ല, പക്ഷേ ക്ലാസ്സിന് പേര് കൊടുക്കും നമ്മൾ ക്യാപിറ്റലിലാണ് കൊടുക്കാം. അതൊരു കൺവെൻഷനാണ്. എന്തിനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മൾ പറയാം. അതായത് ഇപ്പോൾ പേഴ്സൺ 1 എന്നാണെന്നുണ്ടെങ്കിൽ പേഴ്സൺ 1 ഇങ്ങനെയാണ് കൊടുക്കുക. അപ്പർ ക്യാമൽ കേസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ജസ്റ്റ് എന്തിനാന്നുള്ളത് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, നെയിം ഏജ് എന്നൊക്കെ പറയുന്ന ഒരാളുടെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്, അല്ലെങ്കിൽ ഒരാളുടെ വാരിയബിൾസ് ആണ്. അതുകൊണ്ട് തന്നെ അതൊരു ക്ലാസ് പേഴ്സൺ എന്നിട്ട് അതിനകത്ത് കൊണ്ടുപോയിട്ട് എഴുതും. ഇപ്പം നമ്മളെ ഉദ്ദേശം എന്താണ്, ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നെയിമും ഏജൊക്കെ ഒരാളായതുകൊണ്ട് തന്നെ ഇതൊരാളായിട്ട് തന്നെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. അതാണ് നമ്മുടെ ഉദ്ദേശം. ഞാനിവിടെ പുതിയൊരു സാധനം നിങ്ങൾക്ക് വിയേർഡായിട്ട് തോന്നാം, അപ്പോൾ തൽക്കാലം ഒന്ന് ക്ഷമിക്കാം. എന്താണ് പേഴ്സൺ 1 ഈക്വൽ ടു എന്നിട്ട് പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷനെ വിളിക്കുന്ന പോലെ വിളിക്കാം. നമ്മൾ എന്താ ചെയ്തത്, 2 ബന്ധമില്ലാത്ത വാരിയബിളുകളെ ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലാസിന്റെ ഉള്ളിലാക്കി എഴുതി. അതവിടെ നിന്നോട്ടെ. അവിടെ നിന്ന് അതിന് ശേഷം നമ്മൾ താഴെ വന്നിട്ട് ഒരു വാരിയബിൾ ഈക്വൽ ടു അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ക്ലാസ്സിനെ ഒരു ഫംഗ്ഷനെ വിളിക്കുന്ന പോലെ വെട്ടിയിട്ട് അതൊരു ഫംഗ്ഷനെ വിളിക്കുന്ന പോലെ അല്ലേ. ഇപ്പൊ നമ്മൾ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കിയ ഫംഗ്ഷനെ വിളിക്കുക എങ്ങനെയല്ലേ, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ പേഴ്സൺ 1 എന്താ ഉള്ളത് ഞാൻ പ്രിന്റ് ചെയ്ത് നോക്കാണ്. പ്രിന്റ് ചെയ്തപ്പോൾ പേഴ്സൺ ഒബ്ജക്റ്റ് അറ്റന്നിട്ട് ഒരു മെമ്മറി ലൊക്കേഷൻ ഒക്കെ കാണുന്നുണ്ട്. ഒന്നും മനസ്സിലായിട്ടില്ല എനിക്ക്. ഞാൻ എന്താ ചെയ്തത്, 2 വാരിയബിളിന് ഒരു ക്ലാസിന്റെ ഉള്ളിലാക്കി എഴുതി. എന്നിട്ട് ആ ക്ലാസ്സിന് ഒരു ഫംഗ്ഷനെ വിളിക്കുന്ന പോലെ ഒരു വാരിയബിളിലേക്ക് കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് ആ വാരിയബിൾ നമ്മൾ പ്രിന്റ് ചെയ്തപ്പോൾ പേഴ്സൺ ഒബ്ജക്റ്റ് അറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ വന്നിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ഇവിടെ വെറുതെ ഒന്ന് ഡോട്ട് ടോക്കാണ്. അതായത് നമ്മുടെ വാരിയബിളിന്റെ പേര് കഴിഞ്ഞിട്ട് ഡോട്ട് ടോക്കാണ്. ഇവിടെ എനിക്ക് കാണാൻ നെയിം വന്നിട്ടുണ്ട്. ഞാൻ സേവ് ചെയ്തിട്ട് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാണ്. അലക്സ് വന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഏജ് കിട്ടാനോ പേഴ്സൺ 1 ഡോട്ട് ഏജ് എന്നിട്ട് നമ്മൾ 20 വന്നിട്ടുണ്ട്. അപ്പൊ എന്താ ശരിക്കും സംഭവിച്ചൊന്നുമില്ല. നമ്മളൊരു ക്ലാസിന്റെ ഉള്ളിൽ കുറച്ച് വാരിയബിളുകൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വാരിയബിൾ ഈക്വൽ ടു ആ ക്ലാസ്സിന് ഇങ്ങനെ ഫംഗ്ഷനെ പോലെ വിളിച്ചാൽ ഈ വാരിയബിൾ മേൽ ഈ നെയിമും ഏജും ഒക്കെ എന്താവും ഇങ്ങനെ പറ്റിപ്പിടിച്ച് ഇങ്ങനെ നമുക്ക് ഡോട്ട് ഇട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഇതിൻ്റെയൊക്കെ ഒരു ഫോട്ടോസ്റ്റാറ്റ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് നെയിം കൊടുക്കുകയാണ്, ഏജ് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ തേങ്ങ ഉണ്ട് തേങ്ങ കൊടുക്കും, മാങ്ങ ഉണ്ട് മാങ്ങ കൊടുക്കും, എന്തും കൊടുക്കും. എനിക്ക് നെയിമും ഏജും വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പേഴ്സൺ 1 ഡോട്ട് നെയിം, പേഴ്സൺ 1 ഡോട്ട് ഏജ് ഒക്കെ കൊടുക്കാം. നമ്മൾ പേഴ്സൺ 1 എന്ന് മാത്രം പ്രിന്റ് ചെയ്തപ്പോൾ എന്താ വന്നത്, പേഴ്സൺ ഒബ്ജക്റ്റ് അറ്റമിട്ട് എന്തോ ഒരു നമ്പർ, അത് മെമ്മറി ലൊക്കേഷൻ ആണ്. അതെന്താന്നൊക്കെ നമുക്ക് പഠിക്കാട്ടോ. അപ്പൊ ഇത്രയാണ് നടന്നത്. അപ്പൊ ഇവിടെ ഇനിയുള്ള ഒരു കുഴപ്പം എന്താ വെച്ചാൽ, ഞാനിപ്പോ പേഴ്സൺ 1 പോലെ തന്നെ ഒരു പേഴ്സൺ 2 ഉണ്ടാക്കിയെന്ന് വിചാരിച്ചു. എന്നിട്ട് അതിലും ഞാൻ എന്ത് ചെയ്യാണ്, ഇങ്ങനെ പേഴ്സൺ 2ന്റെ നെയിമും ഏജും ഞാൻ പ്രിന്റ് ചെയ്ത് നോക്കാണ്. അപ്പൊ അയാളുടേതും അലക്സ് 20 ആണ്. ഇനിയിപ്പോ എത്ര ആൾക്കാരെ നമ്മളിങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ നെയിമും ഏജും സെയിം ആയിരിക്കും അല്ലേ. കാര്യം എന്താ, ഇതിന്റെ ഒരു കോപ്പിയാണ് എല്ലാവരുടെ മേലേക്ക് അറ്റാച്ച് ആയി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് വാല്യൂ കൊടുത്തേക്കുന്നത് അതാണ് അവർക്ക് കിട്ടാം. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും അലക്സും അതേപോലെ തന്നെ 20 ആയിരിക്കും അയാളുടെ ഏജ്. നമുക്ക് വേണമെങ്കിൽ മാറ്റാം കേട്ടോ. പേഴ്സൺ 1 നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്തതിന് ശേഷം
പേഴ്സൺ വണ്ണിന്റെ നെയിം നമ്മൾ എന്താക്കാണ് ജോ എന്നാക്കാണ്. അതേപോലെ അയാളുടെ ഏജ് നമ്മൾ എന്താക്കാണ് 22 ആക്കാണ്. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ പേഴ്സൺ 1 ജോ 22 ആയിട്ടുണ്ട്. പേഴ്സൺ 2 അലക്സും 20 തന്നെ, കുഴപ്പമില്ല, ഡീഫോൾട്ട് ആയിട്ടുള്ള വാല്യൂ. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മൾ ക്ലാസ് പറഞ്ഞിട്ട് ക്ലാസ്സിന് നമ്മളൊരു പേര് കൊടുത്തു, അതിനകത്ത് നമ്മൾ വാരിയബിളുകൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു വാരിയബിൾ ഈക്വൽ ടു എന്നിട്ട് ഒരു ക്ലാസ്സിനെ വിളിച്ചു കഴിഞ്ഞാൽ ഇതിന് ഉള്ളിൽ കൊടുത്ത വാരിയബിൾസിനൊക്കെ ഇതുമേൽ ഇങ്ങനെ ഫിറ്റ് ആക്കിയിട്ട് ഇങ്ങോട്ട് കിട്ടും. ഓക്കെ, അതായത് നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ ഡോട്ട് ഇട്ടിട്ട് പറഞ്ഞാൽ മതി, നെയിമും ഏജും എന്ത് വേണമെങ്കിലും കിട്ടും. ഓക്കെ, അതായത് ഇതിനകത്ത് കൊടുത്ത എന്ത് സാധനം വേണമെങ്കിലും കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, മോഡിഫിക്കേഷനും വരുത്താം. ഓക്കെ, ഇപ്പോൾ പേഴ്സൺ 2ന്റെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഞാൻ വന്നിട്ട് പേഴ്സൺ 2ന്റെ നെയിമും ഏജ് ഞാൻ എന്താക്കാണ്, ഇത് ഞാൻ ജാക്ക് എന്നാക്കാണ്, 23 എന്നാക്കാണ്. മാറിയിട്ടുണ്ട്, പേഴ്സൺ 2ന്റെ ഡീറ്റെയിൽസ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കൊടുക്കുന്ന സാധനം ഡീഫോൾട്ട് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ, ഞാനൊരു കൗതുകത്തിന് ഇതിനകത്തൊന്നും കൊടുത്തില്ല എന്ന് വിചാരിച്ചു. ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ സാധാരണ കോളൻ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും ഇല്ലെങ്കിൽ പൈത്തൺ എറർ അടിക്കും. ആ എററാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒന്നിങ്ങനെ എന്തെങ്കിലും സാധനം ടൈപ്പ് ചെയ്ത് നമ്പർ കൊടുത്താൽ പ്രശ്നം കഴിയും. അല്ലെങ്കിൽ നമുക്കൊരു പാസ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. ഇങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അതായത് കോളൻ കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും എഴുതുന്നില്ല എന്നുണ്ടെങ്കിൽ പൈത്തണ് സാധാരണ എറർ അടിക്കും. ആ എറർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പാസ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. ഇത് എക്സിക്യൂട്ട് ചെയ്തൊന്നും ഉണ്ടാവില്ല, പക്ഷെ അതൊരു പ്ലേസ് ഹോൾഡർ ആയിട്ട് വെറുതെ ഒരു കാര്യമില്ലാണ്ട് അവിടെ കൊടുക്കുന്ന ഒരു സാധനമാണ്. എന്താ നടക്കണം എന്നുള്ളത് നോക്കാം. അപ്പോഴും ജോ 22 ജാക്ക് 23 വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതിനകത്ത് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഡീഫോൾട്ടായിട്ട് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും നമുക്കിങ്ങനെ ഡോട്ട് ഇട്ട് ഇഷ്ടമുള്ള പോലെ എത്ര പ്രോപ്പർട്ടി ആണെങ്കിലും ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ഒബ്ജക്റ്റുമ്മൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. നെയിം, ഏജ്, എനിക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പം ഞാൻ പേഴ്സൺ 1 ഡോട്ട് അഡ്രസ് ഈക്വൽ ടു XYZ ഹൗസ് എന്ന് കൊടുത്തിട്ട് എനിക്ക് വേണം എന്ത് ചെയ്യാം, അഡ്രസ്സും അതുപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അഡ്രസ്സ് നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഓട്ടോ കംപ്ലീഷൻ വരുന്നില്ല കേട്ടോ, ഓട്ടോ കംപ്ലീഷൻ വരുന്നില്ല. അത് നമ്മളിവിടെ ഡീഫോൾട്ടായിട്ട് കൊടുത്താൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പം നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്, ഒന്നുമില്ല, നമ്മളൊരു ക്ലാസ്സിനെ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഡീഫോൾട്ടായിട്ട് നമ്മൾ കൊടുത്ത വാരിയബിളുകളൊക്കെ ഇതുമേൽ ഫിറ്റ് ആയിട്ട് വരും. ഇനി ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ ഫിറ്റ് ആക്കി കൊടുക്കുക. എങ്ങനെ കൊടുക്കാം, നമ്മൾ അത് ഈക്വൽ ടു എന്ത് വാരിയബിൾ ആണ് കൊടുത്തത് ആ വാരിയബിൾ ഡോട്ട് നെയിം, ആ വാരിയബിൾ ഡോട്ട് ഏജ്, ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇതൊന്നുമല്ല കേട്ടോ ശരിക്കും നമ്മൾ ചെയ്യുക, ഇത് നമ്മൾ ജസ്റ്റ് പഠിക്കാൻ വേണ്ടി പറയുകയാണ്. ഇങ്ങനെ ഒന്നുമല്ല നമ്മൾ ചെയ്യുക. നമുക്ക് ബാക്കി പറയാം. അപ്പം ഇത് അവിടെ നിൽക്കട്ടെ, നമ്മൾ ഈ പ്രിന്റിങ്ങും അവിടെ നിൽക്കട്ടെ. പ്രിന്റിങ് ഞാൻ ഒഴിവാക്കാണ്. അപ്പം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഇതൊരു ഫംഗ്ഷനെ വിളിക്കണ മാതിരിയാണ് വിളിക്കുന്നത്. അതായത് പേരും ഒരു പെട്ടിയുള്ള സാധനം നമ്മുടെ സാധാരണ ഫംഗ്ഷൻ ആണല്ലോ. അപ്പം ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. എന്താണെന്നുള്ള ഞാൻ കാണിച്ചു തരാം. ഞാൻ അവിടെ പാസ് മാറ്റിയിട്ട് ഞാൻ ഒരു ഫംഗ്ഷൻ ഏതാണ് DF എന്നുണ്ട് നമ്മൾ ഫംഗ്ഷൻ ഏതാ. ഈ ഫംഗ്ഷന്റെ പേര് ഞാനൊരു സ്പെഷ്യൽ പേരാണ്. 2 അണ്ടർസ്കോർ കൊടുത്തു, ഇനിറ്റ് കൊടുത്തു, വീണ്ടും 2 അണ്ടർസ്കോർ കൊടുത്തു, എന്നിട്ട് ഉള്ളിൽ ഒരു സെൽഫ് എന്നുള്ള സാധനം കൊടുത്തു. ഇത് എന്താന്നൊക്കെ ഞാൻ പറയാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇവിടെ പ്രിന്റ് തേങ്ങാന്ന് കൊടുക്കാം. എന്താ നടക്കണം നോക്കാം. തേങ്ങ വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ എവിടെയെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇല്ല. ആരാ വിളിച്ചേ? ആരോ. എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ക്ലാസ്സിനെ ഇങ്ങനെ വിളിക്കണ സമയത്ത്, നേരത്തെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന പ്രോസസ് ആണ് നമ്മൾ പറഞ്ഞല്ലോ, അങ്ങനെ വിളിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷനെയാണ് ഉള്ളിൽ പൈത്തനെ വിളിക്കുന്നത്. നമ്മളല്ല വിളിക്കുക, പൈത്തനാണ് വിളിക്കുക. നിങ്ങൾ നോക്കുമ്പോൾ ഇതിന്റെ ഉള്ളിലേക്കൊന്നും കൊടുത്തിട്ടില്ല, പക്ഷെ ഇവിടെ സെൽഫ് ഉണ്ടല്ലോ. അതായത് സെൽഫ് ഉണ്ട്, ആ സെൽഫിന് പൈത്തനാണ് പാസ് ചെയ്യുന്നത്, നിങ്ങൾ പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പേഴ്സണെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ആണ് വർക്ക് ആവുന്നത്. അതുകൊണ്ടാണ് തേങ്ങ വന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ പേഴ്സൺ 1 പോലെ തന്നെ പേഴ്സൺ 2 ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വിചാരിച്ചോ. നിങ്ങൾ ആലോചിച്ചാൽ മതി, 2 പ്രാവശ്യം തേങ്ങ വന്നു. എങ്ങനെ വന്നത്? പേഴ്സൺ 1 വിളിച്ചപ്പോൾ ഇനീറ്റ് വർക്കായി, പേഴ്സൺ 2 വിളിച്ചപ്പോഴും ഇനീറ്റ് വർക്കായി. അങ്ങനെയാണ് തേങ്ങ വന്നത് 2 പ്രാവശ്യം. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഈ സെൽഫ് ഉണ്ടല്ലോ, ഈ സെൽഫിൽ എന്താ ഉള്ളത് നമുക്ക് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണേ, തേങ്ങ കഴിഞ്ഞിട്ട് നമ്മൾ സെൽഫിനെ ഒന്ന് പ്രിന്റ് ചെയ്യണേ. കോമട്ടിട്ട് സെൽഫിനെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. തേങ്ങ കഴിഞ്ഞിട്ട് ഇവിടെ എന്താ വന്നത്, പേഴ്സൺ ഒബ്ജക്റ്റ് അറ്റ്, എന്നിട്ടൊരു മെമ്മറി ലൊക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. ഇതേ സാധനം നമ്മൾ നേരത്തെ വെറും പേഴ്സൺ 1 പ്രിന്റ് ചെയ്തപ്പോഴും കണ്ടിട്ടില്ലേ? അതായത് നമ്മളിവിടെ പ്രിന്റ് പേഴ്സൺ 1 കൊടുത്തപ്പോഴും കണ്ടോ അതേ സാധനം വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഈ സെൽഫിൽ ആരാ ഉള്ളത്? വെച്ചാൽ പേഴ്സൺ 1 ഉള്ളത്. അതായത് സെൽഫിലേക്ക് പേഴ്സൺ 1 പൈത്തണ് പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പേഴ്സൺ 1 ഡോട്ട് നെയിം ഈക്വൽ ടു ജോ, പേഴ്സൺ 1 ഡോട്ട് ഏജ് ഈക്വൽ 22 ഇവിടെ ഇങ്ങനെ കൊടുക്കുന്ന നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്താൽ മതി, പേഴ്സൺ 1 പകരം നമുക്ക് എന്ത് ചെയ്യാം, സെൽഫ് എന്ന് പറഞ്ഞാൽ മതി. സെൽഫ് ഡോട്ട് നെയിം, സെൽഫ് ഡോട്ട് ഏജ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് പ്രിന്റിൽ പേഴ്സൺ 1 ഡോട്ട് നെയിം ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ പ്രിന്റിൽ പേഴ്സൺ 1 ഡോട്ട് ഏജ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. എന്താ നടക്കണം നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ജോ 22 വന്നിട്ടുണ്ട്. എന്താ ഇപ്പൊ എന്താ ഉണ്ടായെന്ന് വെച്ചാല് നമ്മളിങ്ങനെ പേഴ്സണെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു ഫംഗ്ഷൻ ആണ് വർക്ക് ആവുക. ഈ ഫംഗ്ഷന്റെ സെൽഫിലേക്ക് ആരെ പാസ്സാവും,
പേഴ്സൺ വണ്ണിനെ പാസ്സാവും. അപ്പം സെൽഫ് ഡോട്ട് നെയിം എന്ന് പറയുമ്പോൾ എന്താ നടക്കുക, പേഴ്സൺ 1 ഡോട്ട് നെയിം അത് ഈക്വൽ ടു എന്താ ജോ. അപ്പൊ നമ്മൾ ഇവിടെ നേരത്തെ മാനുവലി കൊടുത്തതിന് പകരം ഇവിടെ ഓട്ടോമാറ്റിക്കലി കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ഇതേപോലെ സെൽഫ് ഡോട്ട് ഏജ് ഈക്വൽ ടു 22 എന്ന് പറഞ്ഞാൽ സെൽഫിൽ ആരാളുള്ളത് പേഴ്സൺ 1 ആണ്. അപ്പൊ പേഴ്സൺ 1 ഡോട്ട് ഏജ് ഈക്വൽ 22 എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്താ 22 സെറ്റ്. അപ്പം ഇവിടെ നേരത്തെ പ്രശ്നമുണ്ട്. അതായത് ഞാൻ ഇവിടെ എന്താണ് പേഴ്സൺ 2നെ ഉണ്ടാക്കി, എന്നിട്ട് 2ന്റെയും നമ്മൾ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലും എന്താ ഡീഫോൾട്ട് ആയിട്ട് വരുന്നുണ്ടാവുക, ആലോചിച്ചാൽ മതി. ജോവും 22 ആണ് നമ്മൾ എല്ലായിടത്തും സെറ്റ് ചെയ്യുന്നത്. അതായത് പേഴ്സൺ 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് പേഴ്സൺ എ എന്ന് വിളിക്കുമ്പോൾ ഇയാൾ വർക്കാവും. ഇയാളുടെ സെൽഫിൽ ആരാ പോവാ, പേഴ്സൺ 1 ആ പോവാ. അപ്പൊ സെൽഫ് ഡോട്ട് നെയിം ഈക്വൽ ജോ, പേഴ്സൺ 1 ഡോട്ട് നെയിം ഈക്വൽ ജോ ആവും. സെൽഫ് ഡോട്ട് ഏജ് ഈക്വൽ ചെയ്തിട്ടുണ്ട്, പേഴ്സൺ 1 ഡോട്ട് ഏജ് ഈക്വൽ ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞു. ഇനി പേഴ്സൺ 2 ആണെങ്കിലോ സെൽഫിലേക്ക് പേഴ്സൺ 2 ആണ് പോവുക. അപ്പം സെൽഫ് ഡോട്ട് നെയിം ഈക്വൽ ജോ എന്ന് പറയുന്നത് പേഴ്സൺ 2 ഡോട്ട് നെയിം ഈക്വൽ ജോ, സെൽഫ് ഡോട്ട് ഏജ് എന്ന് പറഞ്ഞാൽ പേഴ്സൺ 2 ഡോട്ട് ഏജ് ചെയ്തിട്ടാണ്. അങ്ങനെ എല്ലാവർക്കും ജോ 22 എന്നുള്ള വാല്യൂ തന്നെ വരുള്ളൂ. നമുക്ക് അതിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചെറിയ പോംവഴിയായിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നെയിമും ഏജും ഇങ്ങോട്ട് വാങ്ങാം. അതായത് ഈ സെൽഫ് ഡോട്ട് നെയിം നിങ്ങൾ നോക്കണ്ട കേട്ടോ, ഇത് സെൽഫുമ്മൽ നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ സെൽഫുമ്മൽ നമ്മൾ ഏജ് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് നെയിം ഇവിടെ നമ്മൾ തേങ്ങ വാങ്ങാന്നാണ്, ഇതാണെങ്കിൽ തേങ്ങ വാങ്ങാന്നാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഞാൻ വാങ്ങണമെങ്കിൽ വാങ്ങാന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് എന്താണ് സെൽഫ് ഡോട്ട് നെയിം ഈക്വൽ ടു തേങ്ങ, സെൽഫ് ഡോട്ട് ഏജ് ഈക്വൽ ടു മാങ്ങ കൊടുക്കാണ്. ആ റൺ ചെയ്യുമ്പോൾ എറർ വരും. കാര്യം എന്താ വെച്ചാൽ പേഴ്സണെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നേരത്തെ നമ്മളൊന്നും പാസ് ചെയ്തിട്ടില്ലേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കാരണം സെൽഫിലേക്ക് പൈത്തൺ പാസ് ചെയ്തോളൂ. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ ആയിട്ട് നമ്മൾ 2 പ്രോപ്പർട്ടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ എക്സ്ട്രാ ആയിട്ടുള്ള 2 പ്രോപ്പർട്ടി നമ്മൾ സാധാരണ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത് പോലെ ഇവിടെ പാസ് ചെയ്യും. അതായത് ഞാൻ ഇവിടെ എന്താണ് ജോ 20, അതേപോലെ തന്നെ ഇവിടെ ഞാൻ എന്താണ് ജാക്ക് 22. അപ്പം റൺ ചെയ്ത് നോക്കാം എന്താ നടക്കുക എന്നുള്ളത്. ജോ 20 ജാക്ക് 22 രണ്ടും വന്നിട്ട് എന്താ സംഭവിച്ചത്, ഒന്നുമില്ല. നമ്മൾ പേഴ്സണെ എന്ന് പറഞ്ഞിട്ട് ജോ 20 പാസ് ചെയ്യുമ്പോൾ സെൽഫിലേക്ക് ആരെ പാസ്സാവും, പേഴ്സൺ 1ന് പാസ്സാവും. ജോ ആരിലേക്കാ പാസ്സാവുക, തേങ്ങയിലേക്ക്. 20 ഏതിലേക്കാ പാസ്സാവും, മാങ്ങയിലേക്ക്. ഇപ്പൊ സെൽഫ് ഡോട്ട് നെയിം ഈക്വൽ തേങ്ങ എന്ന് പറയുമ്പോൾ പേഴ്സൺ 1 ഡോട്ട് നെയിം ഈക്വൽ ടു തേങ്ങയുടെ സ്ഥലത്ത് ആരാളുള്ള ജോ ആണല്ലോ. അപ്പൊ പേഴ്സൺ 1 ഡോട്ട് നെയിം ജോ എന്നാവും. അതേപോലെ തന്നെ സെൽഫ് ഡോട്ട് ഏജ് ഈക്വൽ മാങ്ങ എന്ന് പറയുമ്പോൾ മാങ്ങയിൽ ആരാളുള്ളത് 20 ആണുള്ളത്. സെൽഫിൽ ആരാ പാസ്സാവുക, പേഴ്സൺ 1 ആ പാസ്. അപ്പൊ പേഴ്സൺ 1 ഡോട്ട് ഏജ് ഈക്വൽ ടു 20 എന്നുള്ള രൂപത്തിൽ. അതുകൊണ്ടാണ് ഞാനിവിടെ എന്ത് ചെയ്തത്, ഇത് നെയിം എന്ന് കൊടുത്തതും ഇത് ഏജ് എന്ന് കൊടുത്തതും. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെയുള്ള പേരും യാതൊരുവിധ ബന്ധമില്ല. ഇവിടെ നമ്മൾ എന്ത് പേരാണ് കൊടുക്കുന്നത് അത് ഈ വാരിയബിളിന്റെ പേര് മാത്രമാണ്. ഇവിടെ നമ്മൾ കൊടുക്കുന്നതാണ് ശരിക്കും ആ ഒരു ഒബ്ജക്റ്റുമ്മൽ നമ്മൾ ഫിറ്റ് ആക്കി കൊടുക്കുന്ന പ്രോപ്പർട്ടികൾ കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, എത്ര പ്രോപ്പർട്ടി ആണെങ്കിലും വാങ്ങാം. ഇതിൽ നമുക്ക് ഫംഗ്ഷന്റെ പോലെ തന്നെ ഡീഫോൾട്ട് ആയിട്ട് വാല്യൂസ് സെറ്റ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും അതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ എന്താ ഇത്രയും നേരം ചെയ്തതെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു ക്ലാസ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതായത് ഒരു ആളെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു ക്ലാസ് ആണ്. അപ്പൊ ആളിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട്, നെയിം ഉണ്ട്, ഏജ് ഉണ്ട്. അത് നമ്മൾ അയാളുടെ മേലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ചെയ്തത്. ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു കാറിനെ റെപ്രസെന്റ് ചെയ്യാൻ നിങ്ങൾ എങ്ങനെ ചെയ്യാം, ഇതേമാതിരി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഞാൻ കാറിനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ക്ലാസ് കാർ എന്ന് പറയും. എന്നിട്ട് നമ്മൾ DEF _ init പറയും. എന്നിട്ട് എനിക്ക് പ്രോപ്പർട്ടി ഉള്ളത് കളറും മേക്കും ആണെന്ന് വിചാരിച്ചു. കളർ മേക്ക്. അങ്ങനെ എന്ത് ചെയ്യാം, സെൽഫ് ഡോട്ട് കളർ ഈക്വൽ ടു കളർ, അതേപോലെ തന്നെ സെൽഫ് ഡോട്ട് മേക്ക് ഈക്വൽ ടു മേക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, കാർ എന്നുള്ളൊരു ക്ലാസ്സിന് ഉണ്ടാക്കി. ഇനി നമുക്ക് എന്തെങ്കിലും കാർ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ കാർ 1 പറഞ്ഞിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. കാർ ഞാൻ കളർ റെഡ് കളർ, മേക്ക് ടൊയോട്ട ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ഞാൻ പ്രിന്റ് കാർ 1 ഡോട്ട് ഇട്ടാൽ തന്നെ സാധനം വരുന്നുണ്ട്, മേക്ക് വരുന്നുണ്ട്, കാർ 1ന്റെ കളറും വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ടൊയോട്ട റെഡ്. എന്താ നടക്കുന്നത്, സിമ്പിൾ ആണ്. നമ്മൾ കാറേന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിനെ വിളിക്കുമ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ആണ് വർക്ക് ആവുക. ഈ ഫംഗ്ഷനിൽ സെൽഫിലേക്ക് എന്താവും, ഈ കാർ 1ന് അങ്ങോട്ട് പാസ് ആയിക്കോളും, കളറിലേക്ക് എന്താവും റെഡ് പാസ് ആയിക്കോളും, മേക്കിലേക്ക് എന്താവും ടൊയോട്ട പാസ് ആയിക്കോളും. അപ്പൊ സെൽഫ് ഡോട്ട് കളർ ഈക്വൽ ടു കളർ എന്ന് പറയുമ്പോൾ കാർ 1 ഡോട്ട് കളർ ഈക്വൽ ടു റെഡ് എന്നുള്ള രൂപത്തിലാവാം. സെൽഫ് ഡോട്ട് മേക്ക് ഈക്വൽ ടു മേക്ക് എന്ന് പറയുമ്പോൾ കാർ 1 ഡോട്ട് മേക്ക് ഈക്വൽ ടു ടൊയോട്ട എന്നുള്ള രൂപത്തിലാവാം. ഇനി നമുക്ക് എത്ര പ്രോപ്പർട്ടി വേണമെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിനെ നമ്മളിവിടെ ഇങ്ങനെ ഫംഗ്ഷനെ വിളിച്ചിട്ട് ഈ സാധനമാണല്ലോ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ കൺസ്ട്രക്ടർ എന്ന് പറയും. കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ ഉണ്ടാക്കുന്ന ആൾ എന്നുള്ള മീനിങ്ങിനാണ്. അതായത് ഇതൊരു കാറിനെ ഉണ്ടാക്കിയെടുക്കുന്ന ആൾ. ഇതിങ്ങനെ പ്രോപ്പർട്ടി ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്ത് ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണ് തന്നെ നമ്മൾ കൺസ്ട്രക്ടർ എന്ന് വിളിക്കാം. അപ്പം ഈ ഒരു ഫംഗ്ഷന്റെ പേര് _ init _ എന്നുള്ളത് അങ്ങനെ തന്നെ കൊടുക്കണം. സെൽഫ് എന്നുള്ളത് നിങ്ങൾക്ക് വേണം ഒലക്കാന്നൊക്കെ കൊടുക്കാം കേട്ടോ. ഇത് ഒലക്കാന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ സാധാരണ കൺവെൻഷനലി ഫോളോ ചെയ്യുന്നത് സെൽഫ് എന്നാണ് കേട്ടോ. ഇത് ജസ്റ്റ് പേരാണ്.
എന്ത് വേണമെങ്കിലും കൊടുക്കുക. സെൽഫ് എന്നുള്ളതാണ് കൺവെൻഷൻ. സെൽഫിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ ഈ വാരിയബിളിന് അങ്ങോട്ട് പൈത്തൺ പാസ് ചെയ്തോളും. ശരിക്കും വാരിയബിളിനല്ല, ശരിക്കും അവിടെ മെമ്മറി ലൊക്കേഷനൊക്കെ ആണ്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ വാരിയബിൾ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ ശരിക്കും എന്താ നടന്നത്, നമ്മൾ ഇതൊരു ക്ലാസ് ആണ്, ഇതൊരു ഐഡിയ ആണ്. എന്താ, കാറിന് കളർ ഉണ്ട്, കാറിന് മേക്ക് ഉണ്ട്, ഇതൊക്കെ ഒരു ഐഡിയ ആണ്. പക്ഷെ ഇവിടെയാണ് ശരിക്കും നമ്മളൊരു കാറിനെ ഉണ്ടാക്കിയത്. അതായത് കാറിന് ഒരു ഒബ്ജക്റ്റിന് ഇതാണ് ഉണ്ടാക്കിയത്. ഇതൊരു ശരിക്കും ഒരു കാറാണ്, അതൊരു കളറുള്ള ഒരു മേക്കുള്ള ഒരു കാറാണ്. ഇതൊരു ഐഡിയ ആണ്, ഇത് അതിൻ്റെ ഒരു ആക്ച്വൽ ഇംപ്ലിമെന്റേഷൻ ആണ്. അപ്പോൾ ക്ലാസ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഐഡിയ ആണ്, ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഇംപ്ലിമെന്റേഷൻ ആണ്. അടുത്തായിട്ട് നമുക്ക് പുതിയൊരു സാധനം പഠിക്കാം. അപ്പം എൻ്റെ കയ്യിൽ ഒരു ക്ലാസ് ഉണ്ട് പേഴ്സൺ എന്ന് വന്നിട്ട്, അതിനകത്ത് നമ്മൾ ഒരു കൺസ്ട്രക്ടർ, അതായത് _ init എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പേഴ്സണിന്റെ പ്രോപ്പർട്ടീസ്. ഇതിൽ നെയിമും ഏജും ഇൻപുട്ടായിട്ട് എടുത്തിട്ട് അയാളുടെ നെയിമായിട്ട് ഇവിടെ കിട്ടിയ നെയിമും അയാളുടെ ഏജ് ആയിട്ട് ഇവിടെ കിട്ടിയ ഏജും സെറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ കണ്ട സാധനം തന്നെയാണ്. എനിക്ക് ഒരു പേഴ്സൺ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഇതിപ്പോൾ ജസ്റ്റ് ക്ലാസ് ആണ്, ഞാൻ പറഞ്ഞു ഇത് ജസ്റ്റ് ഒരു ബ്ലൂ പ്രിന്റ് മാത്രമാണ്, ഒരു ഐഡിയ മാത്രമാണ്. പക്ഷെ ഇതൊരു ആക്ച്വൽ എക്സിസ്റ്റിംഗ് സാധനമായിട്ട് മാറണമെങ്കിൽ പിന്നെ ഒബ്ജക്റ്റ് ആയിട്ട് ഉണ്ടാക്കണം. അപ്പം അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വാരിയബിൾ ഉണ്ടാക്കണം. അപ്പം ഞാൻ പേഴ്സൺ 1 എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഉണ്ടാക്കുകയാണ്, എന്നിട്ട് പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചാൽ മതി. അതിലേക്ക് എന്ത് കൊടുക്കണം, നെയിമും ഏജും നമ്മൾ പാസ് ചെയ്യണം. ഞാൻ നെയിം എന്ന് പറയുന്നത് അലക്സും ഏജ് എന്ന് പറയുന്നത് 20 കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, പ്രിന്റ് ചെയ്യാണ്. എന്ത് ചെയ്യുക, പേഴ്സൺ 1ന്റെ നെയിമും ഏജും എനിക്ക് പ്രിന്റ് ചെയ്യണം വിചാരിച്ചു. അപ്പോൾ പേഴ്സൺ 1 നെയിം പ്രിന്റ് ചെയ്യാം. അതേപോലെ തന്നെ പേഴ്സൺ 1 ഏജ് പ്രിന്റ് ചെയ്യാം. ഞാൻ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ അലക്സ് 20 വന്നിട്ടുണ്ടാവും. ഇത് നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്യുന്നത് ഒരാളുടെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യാണ്, അതായത് സ്ക്രീനിലേക്ക് കാണിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്ലാസ്സിനകത്ത് നമുക്കിങ്ങനെ എത്ര വാരിയബിളുകൾ വേണമെങ്കിലും എഴുതാം. അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ എഴുതിയിട്ടില്ലേ, ഇനീറ്റ് എന്ന് പറഞ്ഞിട്ട്. ഈ പേര് കുറച്ച് വിയേർഡാണ്, നമുക്ക് ഇപ്പോഴത്തെ ആൾക്കാലത്തേക്ക് മാറ്റാനൊന്നും പറ്റില്ല. നമുക്ക് സ്വന്തമായിട്ട് ഫംഗ്ഷൻ എഴുതാൻ പറ്റും. ക്ലാസ്സിനകത്ത് നമുക്ക് ഫംഗ്ഷൻ എഴുതാൻ പറ്റും എന്ന് വെച്ചാൽ ഇതിനകത്ത് വേറെ ഫംഗ്ഷൻ എഴുതാം. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ പ്രിന്റ് ഡീറ്റെയിൽസ് എന്നൊരു ഫംഗ്ഷൻ എഴുതാണ്. അപ്പോൾ ഇങ്ങനെ ഫംഗ്ഷൻ എഴുതുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ക്ലാസ്സിനകത്ത് ഫംഗ്ഷൻ എഴുതുമ്പോൾ ഫസ്റ്റ് സെൽഫിനെ നമ്മൾ വാങ്ങിക്കണം. അതായത് ക്ലാസ്സിനകത്ത് ഏത് ഫംഗ്ഷൻ എഴുതുകയാണെങ്കിലും ഒന്നാമതായിട്ട് സെൽഫിനെ നമ്മൾ വാങ്ങിക്കണം. അത് പൈത്തൺ പാസ് ചെയ്തോളും, പക്ഷേ ഫംഗ്ഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ ഇൻപുട്ടായിട്ട് ആ സെൽഫിനെ എടുത്തിരിക്കണം. അപ്പോൾ ഈ സെൽഫിന് കൊണ്ട് എന്താ ഉപയോഗം എന്നുള്ളത് നമുക്കറിയാം. സെൽഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ പേഴ്സൺ 1 പറയുകയാണെങ്കിൽ പേഴ്സൺ 1 ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അതായത് അതിന്റെ മെമ്മറി ലൊക്കേഷൻ ആണ്, അതിന്റെ റെഫറൻസ് ആണ്. അപ്പോൾ സെൽഫ് ഡോട്ട് നെയിം സെൽഫ് ഡോട്ട് ഏജ് ഒക്കെ നമുക്ക് ഈ ഫംഗ്ഷന്റെ ഉള്ളിലും നമുക്ക് ആക്സ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രിന്റിങ്ങിന്റെ സാധനം നമുക്ക് ഈ ഒരു ഫംഗ്ഷന്റെ ഉള്ളിലാക്കിയിട്ട് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ സെൽഫിലാണ് ഈ പേഴ്സൺ 1 ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സെൽഫ് ഡോട്ടാണ് പറയുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞ സമയത്ത് ഇനി നമുക്ക് പേഴ്സൺ 1ന്റെ സാധാരണ നമ്മൾ നെയിം കിട്ടുന്ന ഡോട്ട് നെയിം എന്ന് പറയും, ഏജ് കിട്ടുന്ന ഡോട്ട് ഏജ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ പ്രിന്റ് ഡീറ്റെയിൽസ് കിട്ടണമെങ്കിലോ ഡോട്ട് പ്രിന്റ് ഡീറ്റെയിൽസ് എന്ന് കൊടുത്താൽ മതി. അപ്പോഴും പ്രിന്റ് ആവുന്നുണ്ട്. അതായത് നമുക്കിത് എന്ത് ചെയ്യാം, എത്ര ഫംഗ്ഷൻ വേണമെങ്കിലും ക്ലാസ്സിൻ്റെ ഉള്ളിൽ എഴുതാം. എഴുതി കഴിഞ്ഞാൽ ആദ്യമായിട്ട് അതിൻ്റെ ഫസ്റ്റ് ഇൻപുട്ടായിട്ട് സെൽഫിനെ കൊടുക്കണം. അത് നിർബന്ധമാണ്. ആ സെൽഫിനെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്കി കാര്യങ്ങളൊക്കെ ആക്സ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാണെന്ന് വിചാരിച്ചു. ഓക്കെ, ഞാൻ ജസ്റ്റ് ആ അഡ്രസ് ഇവിടെ ജസ്റ്റ് പ്രിന്റ് ചെയ്യാണെന്ന് വിചാരിച്ചു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്നെ ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ എറർ അടിക്കും. കാര്യം എന്താ, പ്രിന്റ് ഡീറ്റെയിൽസിൽ ഈ അഡ്രസ്സ് പാസ് ചെയ്തിട്ടില്ല. കാര്യം എന്താ, സെൽഫിനെ പൈത്തണ് പാസ് ചെയ്തോളും, ബാക്കി നമ്മൾ പാസ് ചെയ്യണം. അവിടെ ഞാൻ XYZ ഹൗസ് എന്നങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എറർ മാർക്ക് കിട്ടും. ഉണ്ടോ? അങ്ങനെ നമുക്കൊരു ക്ലാസ്സിനകത്ത് എത്ര പ്രോപ്പർട്ടി വേണമെങ്കിലും കൊടുക്കാം, അതേപോലെ തന്നെ എത്ര ഫംഗ്ഷൻ വേണമെങ്കിലും കൊടുക്കാം. ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് ആകെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടുള്ളൂ, സെൽഫ് ആദ്യത്തെ ഇൻപുട്ടായിട്ട് വാങ്ങിക്കണം. ആ സെൽഫിനെ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പ്രോപ്പർട്ടീസിനൊക്കെ ആക്സ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിന്റെ അകത്ത് എഴുതുന്ന ഫംഗ്ഷൻ നമ്മൾ സാധാരണ ഫംഗ്ഷൻ അല്ല വിളിക്കാറ്, നമ്മളതിനെ മെത്തേഡുകൾ എന്ന് വിളിക്കാറ്. തിയററ്റിക്കലി നോക്കുമ്പോൾ ക്ലാസ്സിനകത്ത് പ്രോപ്പർട്ടീസ് ആൻഡ് മെത്തേഡ്സ് എന്നാണ് നമ്മൾ സാധാരണ പറയാറ്. മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലൊക്കെ സെയിം ആണ്. ഓക്കെ, ജസ്റ്റ് ഒരു തിയററ്റിക്കൽ സാധനം പറഞ്ഞതാണ്. അടുത്തായിട്ട് നമുക്കറിയാം ഒരു പുതിയ പേഴ്സണെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് _ init _ എന്നുള്ള ഈ ഒരു ഫംഗ്ഷനാണ് വർക്ക് ആവുക. നമ്മൾ പറഞ്ഞു പേഴ്സണെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന സമയത്ത് ശരിക്കും ഈ ഒരു ഫംഗ്ഷനാണ് വർക്ക് ആവുക. ഇതിൽ സെൽഫിലേക്ക് പൈത്തണ് പേഴ്സൺ 1 അങ്ങോട്ട് പാസ് ചെയ്തോളും. നെയിം നമ്മൾ അലക്സ് കൊടുത്ത് ഏജ് നമ്മൾ 20 കൊടുത്തു. അപ്പോൾ സെൽഫ് ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം എന്ന് പറയുമ്പോൾ പേഴ്സൺ 1 ഡോട്ട് നെയിം ഈക്വൽ ടു അലക്സ് എന്നാവും. അതേപോലെ സെൽഫ് ഡോട്ട് ഏജ് ഈക്വൽ ടു ഏജ് എന്ന് പറയുമ്പോൾ പേഴ്സൺ 1 ഡോട്ട് ഏജ് ഈക്വൽ ടു 20 എന്നാവും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ പേഴ്സൺ 1 ഡോട്ട് പ്രിന്റ് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ഈ പ്രിന്റ് ഡീറ്റെയിൽസ് വർക്ക് ആവും. ഇതിൽ പ്രിന്റ് സെൽഫ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് എന്ന് പറയുന്നത് ഇവിടെ പേഴ്സൺ 1 ആയിരിക്കും. അപ്പോൾ പേഴ്സൺ 1 ഡോട്ട് നെയിം പ്രിന്റ് ആവും, പേഴ്സൺ 1 ഡോട്ട് ഏജ് പ്രിന്റ് ആവും. അപ്പം ഇവിടെ ഇങ്ങനെ കൊടുക്കുന്ന ഫംഗ്ഷനുകൾ, അതായത് കുറച്ചൊരു സ്പെഷ്യലായിട്ട് പേര് നിർബന്ധമായിട്ടും ആ പേര് തന്നെ കൊടുക്കണമെന്ന് ഉദ്ദേശിച്ച് കൊടുക്കുന്ന ഫംഗ്ഷനുകളുണ്ട്. അതായത് 2 അണ്ടർസ്കോർ വെച്ചിട്ട് തുടങ്ങുന്ന ഫംഗ്ഷനാണിത്. ഈ 2 അണ്ടർസ്കോർ വെച്ചിട്ട് തുടങ്ങുന്ന ഫംഗ്ഷൻ ആണ് തന്നെ ഇത് നമ്മൾ ഡബിൾ _ മെത്തേഡ് എന്ന് വെച്ചാൽ ഫംഗ്ഷൻ തന്നെ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അതിനെ
ഷോർട്ട് ആക്കിയിട്ട് ഡണ്ടർ മെത്തഡുകൾ എന്ന് വിളിക്കാറുണ്ട്. അതിങ്ങനെ കുറച്ച് സ്പെഷ്യൽ നെയിമുള്ള ഫംഗ്ഷനുകളാണ്. അതിനെ ഡണ്ടർ മെത്തേഡ്സ് എന്ന് മാത്രമല്ല മാജിക് മെത്തേഡ്സ് എന്ന് വിളിക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടത് ആകെ ഇനിറ്റ് മാത്രമേ ഉള്ളൂ. ഇനിറ്റ് മാത്രമൊന്നുമില്ല, ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. എന്തൊക്കെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാനിവിടെ ജസ്റ്റ് പ്രിന്റ് പേഴ്സൺ 1 ഒന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് റൺ ചെയ്ത് നോക്കുകയാണ്. ഒരു പേഴ്സൺ 1നെ നമ്മൾ പ്രിന്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഡീഫോൾട്ട് ആയിട്ട് ഇതാണ് വരിക, എന്താ പേഴ്സൺ ഒബ്ജക്റ്റ് അറ്റ്, എന്നിട്ട് ഇതൊരു മെമ്മറി ലൊക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞു. ഞാൻ അതിന് പകരം എന്താണ് ഇവിടെ പുതിയൊരു ഫംഗ്ഷൻ എഴുതി കൊടുക്കുകയാണ്, df, എന്നിട്ട് 2 അണ്ടർസ്കോർ. ഇപ്പൊ കുറേ കാണാം കേട്ടോ, കുറേ ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് പറയാം. str എന്ന് കൊടുക്കുകയാണ്, 2 അണ്ടർസ്കോർ str, വീണ്ടും 2 അണ്ടർസ്കോർ. പിന്നെ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഫസ്റ്റ് സെൽഫ് നിർബന്ധമാണ്, അത് കൊടുത്തു. ഞാനിവിടെ റിട്ടേൺ തേങ്ങ എന്നൊന്ന് പറയാം കേട്ടോ. അപ്പൊ ഞാൻ എന്താ ചെയ്ത് ഒരു പുതിയ ഫംഗ്ഷൻ എഴുതി. ആ ഫംഗ്ഷന്റെ പേര് നമ്മൾ നേരത്തെ ഇനീറ്റ് പറഞ്ഞ മാതിരി 2 അണ്ടർസ്കോർ str 2 അണ്ടർസ്കോർ ആണ്. നമ്മൾ പറഞ്ഞു ഇത് ഡണ്ടർ മെത്തേഡ് മാജിക് മെത്തേഡ് എന്നൊക്കെ നമ്മൾ വിളിക്കും. എന്നിട്ട് ഇതിനകത്ത് ഒരു റിട്ടേൺ ഞാൻ എന്ത് ചെയ്തു, ഒരു സ്ട്രിങ് തേങ്ങ എന്ന് കൊടുത്തു. ഞാൻ ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാണ്. അപ്പൊ തേങ്ങ വന്നിട്ടുണ്ട്. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് നമ്മളെ ക്ലാസ്സിനെ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിച്ചു, പ്രിന്റ് ചെയ്യാൻ ശ്രമിച്ചു. അല്ലെങ്കിൽ നമ്മൾ സ്ട്രിങ് ആയിട്ട് നമ്മളെ ക്ലാസ്സിനെ ഉപയോഗിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഈ പേഴ്സണെ നമ്മൾ എവിടെയെങ്കിലും ഒരു റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രിങ് ആയിട്ട് മാറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ എന്താണോ തരുന്നത് അതാണ് അവിടെ കൊണ്ടുപോയി ഫിറ്റ് ആക്കി കൊടുക്കുക. അതായത് നമ്മൾ പ്രിന്റ് ഇവിടെ പേഴ്സൺ 1 എന്ന് പറയുന്ന സമയത്ത് ഈ ഫംഗ്ഷൻ ഇവിടെ തേങ്ങാൻ തന്നുകൊണ്ട് ഇതിനകത്ത് ശരിക്കും തേങ്ങയാണ് വരിക. അതായത് നമ്മൾ അറിയാണ്ട് അണ്ടർ ദ ഹുഡ് ഈ ഫംഗ്ഷൻ ആണ് വർക്ക് ആവാൻ. ഇപ്പൊ ഈ ഫംഗ്ഷൻ ഇല്ലെങ്കിലോ, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പേഴ്സൺ ഒബ്ജക്റ്റ് അറ്റ് ഇങ്ങനെയാണ് വരിക. ഈ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ എന്താണോ തിരിച്ചു തരുന്നത് ആ ഒരു സാധനം അവിടെ ഫിറ്റ് ആക്കി കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ തേങ്ങാന്ന് കൊടുക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഫോർമാറ്റഡ് സ്ട്രിങ് ആയിട്ട് നമുക്ക് ആളുടെ പേര് സെൽഫ് ഡോട്ട് നെയിം എന്നിട്ടൊരു കോളൻ ഇട്ടിട്ട് ഫോർമാറ്റഡ് സ്ട്രിങ് ആട്ടോ ഇത്, സെൽഫ് ഡോട്ട് ഏജ്. ഫോർമാറ്റഡ് സ്ട്രിങ് എന്ന് വെച്ചാൽ നമുക്ക് സ്ട്രിങ്ങിന്റെ അകത്ത് എന്തെങ്കിലും ഒരു സാധനം, അതായത് ഒരു വാരിയബിളോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കിട്ടണമെങ്കിൽ എഫ് ഇട്ട് കൊടുക്കുക മുമ്പിൽ. ശേഷം കേളി ബ്രേസ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് പൈത്തൺ കോഡ് എഴുതാൻ പറ്റും. അത് അതിന്റെ ആക്ച്വൽ വാല്യൂ ആയിട്ട് റീപ്ലേസ് ചെയ്തു. അതായത് ഇവിടെ ഇപ്പോൾ സെൽഫ് ഡോട്ട് നെയിം എന്ന് പറയുമ്പോൾ അലക്സ് എന്നാവും, സെൽഫ് ഡോട്ട് ഏജ് എന്ന് പറയുമ്പോൾ 20 എന്നാവും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ഒന്നും കൂടെ റൺ ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടോ അലക്സ് 20 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രിന്റിന്റെ അകത്ത് നമ്മൾ പേഴ്സൺ 1ന് കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അണ്ടർ ദ ഹുഡ് ഈ ഒരു ഫംഗ്ഷൻ ആണ് വർക്ക് ആവുക. ഈ ഫംഗ്ഷൻ വർക്കായിട്ട് ഈ ഫംഗ്ഷൻ തരുന്നത് എന്താണോ അത് ഇവിടെ വെച്ചിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ പേഴ്സൺ ഒബ്ജക്റ്റ് അറ്റ് എന്ന് പറഞ്ഞിട്ട് മെമ്മറി ലൊക്കേഷനെ കാണിക്കാം. ഇതുണ്ടെങ്കിൽ ഇതെന്താണോ തിരിച്ചു തരുന്നത് ആ വാല്യൂ വെച്ചിട്ട് അവിടെ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. പിന്നെ അടുത്തായിട്ട് നമുക്ക് പുതിയൊരു ഡണ്ടർ മെത്തേഡ് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്ലാസ് ഉണ്ടാക്കാണ്. അപ്പോൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു ക്ലാസ് ആണ്. അതായത് നമുക്കറിയാം ഇപ്പോൾ ഒരു 2Dയിലാണ് പറയുന്നുണ്ടെങ്കിൽ ഒരു പോയിന്റിന് എക്സ് കോർഡിനേറ്റും ഉണ്ട് വൈ കോർഡിനേറ്റും ഉണ്ട് അല്ലേ. ഇപ്പോൾ 3D ആണെങ്കിൽ എക്സും വൈയും സെറ്റും ഉണ്ട്. നമ്മളിപ്പോൾ 2Dയിലാണ് പറയുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, പോയിന്റ് എന്നുള്ള ക്ലാസ് ഉണ്ടാക്കുക, അതിന് എക്സും വൈയും ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുകയാണ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതിന് കൺസ്ട്രക്ടർ കൊടുക്കുകയാണ്. എന്നിട്ട് സെൽഫ് ഉണ്ടാവും, പിന്നെ എക്സ് ഉണ്ടാവും, വൈ ഉണ്ടാവും. നമ്മൾ സെൽഫ് ഡോട്ട് എക്സ് ഈക്വൽ ടു എക്സ്, സെൽഫ് ഡോട്ട് വൈ ഈക്വൽ ടു വൈ കൊടുത്തു. ഇനി ഇവിടെ വന്നിട്ട് നമുക്ക് P1 എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോയിന്റിന് ഉണ്ടാക്കാം. എക്സ് ഞാൻ ഒരു 10ഉം 12ഉം കൊടുത്തെന്ന് വിചാരിച്ചു. ഓക്കെ, ഞാനിവിടെ വന്നിട്ട് പ്രിന്റ് എക്സ് P1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം പോയിന്റ് ഒബ്ജക്റ്റ് അറ്റ് എന്ന് പറഞ്ഞിട്ട് വരാം. കാര്യം എന്താ, നമ്മളിവിടെ str ഒന്നും കൊടുത്തിട്ടില്ല. നമുക്കിവിടെ എന്ത് ചെയ്യാം, str കൊടുക്കാം. ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, df str കൊടുക്കാണ്. സെൽഫ് എന്തായാലും വേണം. ഓക്കെ, അത് തിരിച്ചു തരുന്ന സാധനമാണ് കാണിക്കുക. തിരിച്ചു തരുന്ന ഫോർമാറ്റഡ് സ്ട്രിങ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഇതിനകത്ത് സെൽഫ് ഡോട്ട് എക്സ് സെൽഫ് ഡോട്ട് വൈ ജസ്റ്റ് കാണാനുള്ള ഒരു ചന്തത്തിന് വേണ്ടിയിട്ടാണ്, വേറെ എക്സ്ട്രാ ആയിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. ഇനി നമ്മളിവിടെ ഉണ്ടോ പോയിന്റ് 10,12 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച സാധനങ്ങൾ ഇതിനകത്തുള്ളൂ. നമ്മളൊരു കൺസ്ട്രക്ടർ ഉണ്ട്, പോയിന്റ് എന്നിട്ടുള്ള ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഫംഗ്ഷനാണ്. ഫംഗ്ഷനെ നമ്മൾ ഡണ്ടർ മെത്തേഡ് എന്ന് വിളിക്കുക. ഇതിനൊക്കെ ഡണ്ടർ എന്ന് വിളിക്കുക. കാര്യം എന്താ, ഇതിന് സ്പെഷ്യൽ നെയിമാണ്, ഡബിൾ അണ്ടർസ്കോർ വെച്ചിട്ട് തുടങ്ങുന്ന നെയിമായതുകൊണ്ട് ഡണ്ടർ മെത്തേഡ് മാജിക് മെത്തേഡ് എന്നൊക്കെ വിളിക്കും. ഈ str എന്താ ചെയ്യുക, നമ്മൾ പ്രിന്റ് ഒക്കെ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇങ്ങനെ സ്ട്രിങ് ആക്കിയിട്ട് മാറ്റുന്നത്, ഇവിടെ എന്താണോ കൊടുത്തത് അതാണ് പ്രിന്റിനകത്തൊക്കെ ഉപയോഗിക്കാം. സെറ്റായി, കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ എന്താണ് ഇവിടെ വേറൊരു പോയിന്റും കൂടെ ആഡ് ചെയ്യണേ. ഞാൻ P1ഉം P2 ഉണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കാണുന്നുണ്ട്, അതും പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ മൂന്നാമതൊരു P3 ഉണ്ടാക്കാം. P3 ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, P1നെയും P2നും ആഡ് ചെയ്യാൻ നോക്കാം. അത് P1നും P2നും ആഡ് ചെയ്യാൻ നോക്കാണ്. ഞാനിവിടെ കൊടുത്തു P3 പ്രിന്റ് നോക്കാണ്. ഇപ്പൊ എറർ അടിച്ചു. എന്താ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ പ്ലസ് ഓപ്പറേറ്റർ ഇതിന്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ്. അതായത്
രണ്ട് പോയിന്റിന്റെ സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് സാധാരണ നമ്പേഴ്സിന് ആഡ് ചെയ്യാം, കുഴപ്പങ്ങളൊന്നുമില്ല. സ്ട്രിങ്ങിന് ആഡ് ചെയ്യാം, കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു ഡാറ്റ ടൈപ്പ് ആണല്ലോ ശരിക്കും ഇത്. ഈ പോയിന്റ് എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ സ്വന്തമായിട്ട് ഒരു ക്ലാസ് വെച്ച് ഉണ്ടാക്കിയതാണല്ലോ. അപ്പൊ ഇതിനെ എങ്ങനെ ആഡ് ചെയ്യണമെന്ന് പൈത്തൺ അറിയില്ല. അതാണ് ശരിക്കും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എറർ അടിക്കുകയാണ്. എന്ന് വെച്ചാൽ പ്ലസ് എങ്ങനെ അതിന്മേൽ ചെയ്യണ്ടേന്നുള്ളത് പൈത്തൺ അറിയാത്തതുകൊണ്ടാണ്. അപ്പൊ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയിച്ചു കൊടുക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ പുതിയൊരു ഫംഗ്ഷൻ ഉണ്ട്, അതും ഡണ്ടർ മെത്തേഡ് തന്നെയാണ്. അതായത് ആഡ് എന്നുള്ളത്, അതിൽ സെൽഫും ഉണ്ട്, പിന്നെ ഒരു എക്സ്ട്രാ ആയിട്ട് ഇതിനകത്തൊരു അതറും ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് എന്താ നടക്കണം എന്നുള്ള കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, പ്രിന്റ് ചെയ്ത് നോക്കാണ്. സെൽഫും അതേപോലെ തന്നെ പ്രിന്റ് ചെയ്ത് നോക്കാണ് അതറും. ജസ്റ്റ് എന്താ നടക്കണം എന്നുള്ള കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രിന്റൊക്കെ ഇവിടുന്ന് പ്രിന്റൊക്കെ ഒഴിവാക്കാണ്. ജസ്റ്റ് ഓപ്പറേഷൻ മാത്രമായിട്ട് കൊടുക്കാം. എന്താ നടക്കണം നോക്കാം. റൺ ചെയ്തപ്പോ 0.10, 12 0.55 ഇവിടെ പ്രിന്റ് ആയി വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ പ്രോഗ്രാമിൽ എവിടെ നമ്മൾ പ്രിന്റ് കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ ഈ പ്രിന്റ് വർക്കായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ ക്ലാസ്സും വല് ഈ പ്ലസ് വിളിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാല് അണ്ടർ ദ ഹുഡ് ഈ ഒരു ഫംഗ്ഷൻ ആണ് വർക്ക് ആവുക. ഈ അണ്ടർസ്കോർ ആഡ് എന്നുള്ള ഫംഗ്ഷൻ ആണ് വർക്ക് ആവുക. എന്നിട്ട് ഇതിൽ സെൽഫിലേക്ക് എന്ത് ചെയ്യും, ആദ്യത്തെ ആളെ പാസ് ചെയ്യും. P1 എന്താ 0.10, 12. അതറിലേക്ക് ആരെ പാസ് ചെയ്യും, P2 പാസ് ചെയ്യും. അതായത് 0.55. അതുകൊണ്ടാണ് സെൽഫ് പ്രിന്റ് ചെയ്തപ്പോൾ 10, 12 എന്നതും അതർ പ്രിന്റ് ചെയ്തപ്പോൾ 5, 5 എന്നുള്ള പോയിന്റ് വന്നത്. എന്താ ഞാൻ പറഞ്ഞത്, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ക്ലാസിന്റെ മേലെ പ്ലസ് കൊടുക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാല് ഈ ഒരു ഫംഗ്ഷൻ ആണ് വർക്ക് ആവുക. ഈ ഫംഗ്ഷൻ വർക്ക് ആകുമ്പോൾ സെൽഫിലേക്ക് ആ ഒരു ഒന്നാമത്തെ ആളെയും അതറിലേക്ക് രണ്ടാമത്തെ ആളെയാണ് പാസ് ആവുന്നത്. ഇവിടെ 5, 5 എന്നുള്ള പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് പോയിന്റുകൾ തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് അതിന്റെ എക്സ് കോർഡിനേറ്റും ഇതിന്റെ എക്സ് കോർഡിനേറ്റും ആഡ് ചെയ്യാം. അതേപോലെ തന്നെ അതിന്റെ വൈ കോർഡിനേറ്റും ഇതിന്റെ വൈ കോർഡിനേറ്റും ആഡ് ചെയ്യാം. എന്നിട്ട് ഒരു പുതിയ പോയിന്റിനെ ഉണ്ടാക്കാം. അതായത് ഇവിടെ എന്ത് ചെയ്യാണ്, P3 എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് ഉണ്ടാക്കാണ്. പോയിന്റ് ഉണ്ടാക്കാൻ നമ്മൾ പോയിന്റ് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിന്റെ എക്സ് കോർഡിനേറ്റ് വരിക, ആദ്യത്തേന്റെ എക്സ് കോർഡിനേറ്റ് കൂട്ടണം രണ്ടാമത്തേന്റെ എക്സ് കോർഡിനേറ്റ്. ഇതിന്റെ വൈ കോർഡിനേറ്റ് എന്താ വരിക, ആദ്യത്തേന്റെ വൈ കോർഡിനേറ്റ് കൂട്ടണം രണ്ടാമത്തേന്റെ വൈ കോർഡിനേറ്റ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ രണ്ട് പോയിന്റുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അണ്ടർസ്കോർ ആഡ് എന്നുള്ള ഒരു ഡണ്ടർ മെത്തേഡ് കൊടുത്തു. അപ്പൊ നമ്മൾ പ്ലസ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ ആൾ എടുത്തിട്ട് സെൽഫിലും ഡീഫോൾട്ട് ആയിട്ട് പോകുന്നതാണ്. രണ്ടാമത്തെ ആൾ വെച്ചിട്ട് അതറിലേക്കും കൊടുക്കും. അപ്പൊ ഇതിന് കൊടുത്തോളും, നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മളിവിടെ ഇതിന്റെ ഒരു അഡീഷൻ മെക്കാനിസം സെറ്റ് ചെയ്യണം. എങ്ങനെ, എക്സ് കോർഡിനേറ്റും ആഡ് ചെയ്യാം, വൈ കോർഡിനേറ്റും ആഡ് ചെയ്യാം. എന്നിട്ട് അത് വെച്ചിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടാക്കാം. അതാണ് നമ്മൾ പോയിന്റ് എന്നിട്ട് മൂന്നാമതൊരു പോയിന്റ് ഉണ്ടാക്കിയത്. അതിനെ ഞാൻ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് റിട്ടേൺ P3 കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഒന്ന് P3 എന്താ വരുന്നത് എന്നുള്ളത് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. 0.15, 17. അപ്പൊ എന്താ നടന്നത്, 0.10, 12 0.5, 5 കൂട്ടിയപ്പം 0.15, 17 ഉണ്ടായി വന്നു. അതെങ്ങനെയാണ് ഉണ്ടായത്, നമ്മൾ P1 + P2 എന്ന് കൊടുക്കുന്ന സമയത്ത് ശരിക്കും എന്താ നടന്നത്, ഈ ആഡ് എന്നുള്ള ഫംഗ്ഷൻ ആണ് പൈത്തൺ വിളിച്ചത്. എന്നിട്ട് P1 സെൽഫിലേക്കും P2 അതറിലേക്കും പാസ് ചെയ്തിട്ട് കൊടുത്തു. അപ്പൊ പോയിന്റ് ഓഫ് സെൽഫ് ഡോട്ട് എക്സ് എത്രയാ, 10 ആണ്. അപ്പൊ 10 കൂട്ടണം അതർ ഡോട്ട് എക്സ് എത്രയാ, 5 ആണ്. അപ്പൊ 10 കൂട്ടണം 5, 15 ആയി. ഇത് 15 ആയേ. അതേപോലെ തന്നെ സെൽഫ് ഡോട്ട് വൈ 12 ആണ്, അതർ ഡോട്ട് വൈ 5 ആണ്. അപ്പൊ 12, 5, 17 ആണ്. അപ്പൊ ശരിക്കും ഇത് 15, 17 എന്നായി. അപ്പൊ പോയിന്റ് ഓഫ് 15, 17 എന്ന് വെച്ചാൽ അതൊരു പുതിയ പോയിന്റ് ആയി P3 കൊടുത്തു. ഈ P3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാരിയബിൾ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി, സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് കൊടുത്താലും മതി. അപ്പൊ നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഈ ക്ലാസ്സിന് ഒരു അഡീഷൻ ഓപ്പറേഷൻ, അതായത് പ്ലസ് ഓപ്പറേറ്റർ ഇതിന്റെ മേലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ നടക്കേണ്ടതെന്നുള്ള ഒരു മീനിങ് നമ്മൾ കൊടുക്കുക ചെയ്ത്. അതായത് നമ്മൾ പ്ലസ് നമ്മുടെ ക്ലാസ്സിന്റെ ഒബ്ജക്റ്റിന്റെ മേലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ നടക്കേണ്ടതെന്നുള്ള മീനിങ് ആണ് നമ്മൾ ശരിക്കും അണ്ടർസ്കോർ ആഡ് എന്നുള്ള ഈ ഫംഗ്ഷൻ വെച്ചിട്ട് കൊടുത്തത്. ഈ ഫംഗ്ഷൻ ഇവിടെ ഇല്ലായിരുന്നുണ്ടെങ്കിൽ നമ്മൾ കോഡ് റൺ ചെയ്ത് എറർ, കാര്യം അതിനെ അറിയില്ല പ്ലസ് എങ്ങനെയാ നോക്കേണ്ടതെന്നുള്ളത്. നേരെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പ്ലസ് ശരിക്കും വർക്കായി. അപ്പൊ ഈ ഒരു പ്രോസസ്സിന് നമ്മൾ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് വിളിക്കാം. ഇത് പ്ലസ് മാത്രമൊന്നുമല്ല കേട്ടോ. ഞാൻ മൈനസ് കൊടുത്തെന്ന് വിചാരിച്ചു, മൈനസ് വർക്ക് ആവില്ല. കാര്യം എന്താ വെച്ചാൽ നമ്മൾ മൈനസ് എങ്ങനെയാ വർക്ക് ചെയ്യേണ്ടത് നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കൊടുത്തു നോക്കാം. നിങ്ങൾ സബ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ആണ്, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ജസ്റ്റ് സിമ്പിൾ ആണ്. സെൽഫ് അതറും എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം, പുതിയൊരു പോയിന്റിന് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. അതായത് സെൽഫ് ഡോട്ട് എക്സ് അതർ ഡോട്ട് എക്സ് മൈനസ് ചെയ്യാം. അതേപോലെ സെൽഫ് ഡോട്ട് വൈന്ന് അതർ ഡോട്ട് വൈ മൈനസ് ചെയ്യാം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. വേണ്ടോ, 5 അപ്പൊ 10 നിന്ന് 5 കുറച്ച 5, അതാണ് ഒന്നാമത്തെ 5. 12 നിന്ന് 5 കുറച്ച 7, അതാണ് രണ്ടാമത്തെ 7. നമുക്ക് പ്ലസും മൈനസും നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുത്തു. ഇനി മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ നമുക്ക് ചെയ്യാം.
ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് വിളിക്കുക. ഇത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഒബ്ജക്റ്റ് ഓറിയന്റഡിൽ പുതിയൊരു കൺസെപ്റ്റ് പഠിക്കാം. ഈ കൺസെപ്റ്റിന്റെ പേര് ഇൻഹെറിറ്റൻസ് എന്നാണ്. എന്താണെന്നുള്ളത് നമുക്ക് എക്സാമ്പിളിലൂടെ തന്നെ പഠിക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ക്ലാസ് ഉണ്ടാക്കാം, ഒരാളെ റെപ്രസെന്റ് ചെയ്യാനുള്ള ക്ലാസ് ആണ്. അപ്പോൾ ഞാൻ ക്ലാസ് ഉണ്ടാക്കുന്ന ക്ലാസിന്റെ പേര് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ക്യാപിറ്റൽ കൊടുക്കും. അത് കൺവെൻഷൻ ആണ്. അതിനുശേഷം നമ്മൾ കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ പറഞ്ഞിരുന്നു, df__init. ആ പേര് അങ്ങനെ തന്നെ കൊടുക്കണം എന്നുള്ള നിർബന്ധമാണ്. അങ്ങനെ കൊടുത്തു. എന്നിട്ട് നമ്മൾ ആദ്യത്തെ പാരാമീറ്റർ സെൽഫ് കൊടുത്തു. പിന്നെ നമുക്ക് പ്രോപ്പർട്ടീസ് എന്തൊക്കെ ഉണ്ട് അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഇപ്പോൾ ഒരാൾക്ക് നെയിമും ഏജും ആണുള്ളെങ്കിൽ നെയിം ഏജ് നമ്മൾ കോളൻ ഇട്ടു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പ്രോപ്പർട്ടി സെറ്റ് ചെയ്യാണ്. സെൽഫ് ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം, അതേപോലെ തന്നെ സെൽഫ് ഡോട്ട് ഏജ് ഈക്വൽ ടു ഏജ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്തത്, ഒരാളെ റെപ്രസെന്റ് ചെയ്യാനുള്ള ക്ലാസ് ആണ്. ആൾക്ക് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട്, നെയിമും ഉണ്ട് ഏജും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് രണ്ടും കൺസ്ട്രക്ടറിൽ ഇങ്ങോട്ട് വാങ്ങിയിട്ട് ആളുടെ പ്രോപ്പർട്ടി ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഒരാളെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ ഉണ്ടാക്കാം? ഇപ്പോൾ പേഴ്സൺ 1 ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ person_1 എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാണ്. അപ്പോൾ പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് വിളിച്ചാൽ മതി. എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്തൊക്കെ കൊടുക്കണം, നെയിമും ഏജും പാസ്. അപ്പോൾ ഞാൻ അലക്സ് 20 കൊടുത്തു കഴിഞ്ഞാൽ എന്താ ശരിക്കും സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ ഒരു ഫംഗ്ഷനാണ് വർക്ക് ആവുക. ഈ ഒരു ഫംഗ്ഷനിൽ നെയിമിലേക്ക് നമ്മൾ അലക്സ് കൊടുത്തു, ഏജിലേക്ക് 20 കൊടുത്തു. അപ്പം സെൽഫ് ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം എന്ന് പറയുമ്പോൾ സെൽഫ് ഡോട്ട് നെയിം ഈക്വൽ ടു അലക്സ് എന്നുള്ള രൂപത്തിൽ, അതായത് person1 ഡോട്ട് നെയിം ഈക്വൽ ടു അലക്സ് എന്നുള്ള രൂപത്തിലാവും. അതുപോലെ തന്നെ സെൽഫ് ഡോട്ട് ഏജ് ഈക്വൽ ടു ഏജ് എന്ന് പറയുമ്പോൾ person1 ഡോട്ട് ഏജ് ഈക്വൽ ടു 20. അങ്ങനെ രണ്ട് പ്രോപ്പർട്ടി സെറ്റായി. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ പ്രിന്റ് ചെയ്ത് നോക്കാം. person1ന്റെ നെയിം ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, അലക്സ് വന്നിട്ടുണ്ട്. ഇപ്പം നെയിമിനകരം ഞാൻ ഏജാ കൊടുത്തെങ്കിൽ ഏജ് പ്രിന്റ് ആയി വരും, കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ഈ പ്രിന്റിംഗ് മെക്കാനിസം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു നമുക്ക് __str എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷന്റെ പ്രത്യേകം എന്താ വെച്ചാൽ നമ്മളിതിനെ സ്ട്രിങ് ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ എന്താണോ തിരിച്ചു തരുന്നത് അതാണ് നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അത് ആ വീഡിയോ കണ്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം, ആ വീഡിയോ കണ്ടുനോക്കാം. എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഫോർമാറ്റഡ് സ്ട്രിങ് ആയിട്ട് സെൽഫ് ഡോട്ട് നെയിം എന്നിട്ട് കോളൻ എന്ത് ചെയ്യാം, സെൽഫ് ഡോട്ട് ഏജ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ person1 അങ്ങോട്ട് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പം അലക്സ് 20 വന്നിട്ട് എന്താ നടന്നത്, നമ്മൾ പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേഴ്സന്റെ ഒബ്ജക്റ്റിനെ പ്രിന്റ് ചെയ്യുമ്പോൾ ഈ str ഫംഗ്ഷൻ എന്താണോ തിരിച്ചു തരുന്നത് അതാണ് ഇവിടെ കൊണ്ടുപോയി ഫിറ്റ് ആയി കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, പേര് കോളൻ ഏജ്. അതുകൊണ്ടാണ് ഇവിടെ പേര് കോളൻ ഏജ് എന്ന്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് അധികം പറയാത്തത്. ഓക്കെ, നമ്മൾ ക്ലാസ് എങ്ങനെ ഉണ്ടാക്കാം, ഒബ്ജക്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ പഠിച്ചു. ഞാൻ പുതിയൊരു ക്ലാസ് ഉണ്ടാക്കാണ്. ഞാൻ എന്താണ് എംപ്ലോയി എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ടാക്കുകയാണ്. അതായത് ഒരു എംപ്ലോയിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ df കൺസ്ട്രക്ടർ കൊടുക്കുകയാണ്, ഇനിറ്റ് എന്നിട്ട് സെൽഫ് ഉണ്ടാവും. എംപ്ലോയിക്ക് എന്തൊക്കെ കൊടുക്കുകയാണ്, നെയിമും ഉണ്ട് ഏജും ഉണ്ട്. തൽക്കാലത്തേക്ക് ഒരു എക്സ്ട്രാ പ്രോപ്പർട്ടി സാലറി കൊടുക്കാം. എന്നിട്ട് നമുക്ക് പ്രോപ്പർട്ടി സെറ്റ് ചെയ്യാം. സെൽഫ് ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം, അതേപോലെ തന്നെ എന്ത് ചെയ്യാം, സെൽഫ് ഡോട്ട് ഏജ് ഈക്വൽ ടു ഏജ്, സെൽഫ് ഡോട്ട് സാലറി ഈക്വൽ ടു സാലറി. നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ str മെത്തഡ് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ ഇതിലും എഴുതി കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, str കൊടുക്കാം. str എന്താ തരേണ്ടത്, ഒരു സ്ട്രിങ് ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. അതിനകത്ത് നമുക്ക് സെൽഫ് ഡോട്ട് നെയിം കോളൻ സെൽഫ് ഡോട്ട് ഏജ് കോളൻ സെൽഫ് ഡോട്ട് സാലറി, ഇത് മൂന്നും തരുന്ന രൂപത്തിൽ ഒരു str ഫംഗ്ഷനും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പം ഒരു എംപ്ലോയിനെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ ഉണ്ടാക്കാം, നമ്മൾ പേഴ്സണൊക്കെ ഉണ്ടാക്കിയ പോലെ തന്നെ employee1 എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന സമയത്ത് എന്തൊക്കെ പാസ് ചെയ്യണം, നെയിമും പാസ് ചെയ്യണം, ഏജും പാസ് ചെയ്യണം, സാലറിയും പാസ് ചെയ്യണം. അപ്പോൾ നമ്മൾ നെയിം അലക്സ് കൊടുക്കുകയാണ്, ഏജ് 20 കൊടുക്കുകയാണ്, സാലറി ഒരു 20,000 കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം employee1നെ. ഇനി ഒന്ന് റൺ ചെയ്യാം. അപ്പോൾ കണ്ടോ, അലക്സ് 20,000 വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, പുതിയൊരു ക്ലാസ് ഉണ്ടാക്കിയാണ്, ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല, സിമ്പിൾ ആണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ ഈ എംപ്ലോയി എന്ന് പറയുന്ന ഈ ക്ലാസ് ശരിക്കും പറഞ്ഞാൽ എന്താ, പേഴ്സൺ എന്നുള്ള ക്ലാസ് പോലെ തന്നെ അല്ലേ. പേഴ്സണിൽ നെയിമും ഏജും ഉണ്ട്, എംപ്ലോയിയിൽ സാലറി എന്നുള്ള ഒരു പ്രോപ്പർട്ടി എക്സ്ട്രാ ഉണ്ട്, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. അതായത് ഈ പേഴ്സണും എംപ്ലോയിയും തമ്മിലൊരു ബന്ധമുണ്ട് അല്ലേ. എന്താ ബന്ധം, എല്ലാ എംപ്ലോയിയും ശരിക്കും ഒരു പേഴ്സൺ അല്ലേ. അതായത് ഒരു പേഴ്സൺ ഉണ്ടാവുന്ന പ്രോപ്പർട്ടീസ് ഒക്കെ എംപ്ലോയിക്കുണ്ട്, പക്ഷെ എംപ്ലോയിക്ക് എന്താ എക്സ്ട്രാ ആയിട്ട് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അത് മാത്രമേ വ്യത്യാസം. അപ്പം നമ്മൾ അങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത്രയും കോഡ് ഉണ്ടല്ലോ, അതായത് നെയിം ഏജ് പിന്നെ പ്രിന്റ് ചെയ്യുന്ന കോഡ്, അത് നമുക്ക് പേഴ്സണിന്ന് എംപ്ലോയിയിലോട്ട് ഇങ്ങോട്ട് എടുക്കാം. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ റിപ്പീറ്റേഷനെ ഒഴിവാക്കാം. റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ എംപ്ലോയി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്ലാസ്സിനെ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്ലാസ്സിന് ഇൻഹെറിറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇതിൽ ഓൾറെഡി നെയിമും ഏജും സെറ്റ് ചെയ്യാനുള്ള കോഡും പ്രിന്റ് ചെയ്യാനുള്ള കോഡൊക്കെ ഇതിനകത്തുണ്ട്. അപ്പൊ വീണ്ടും ഇതിനകത്ത് അത് എഴുതുന്നതിൽ അർത്ഥമില്ല, കാര്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ആ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്,
പേഴ്സൺ എന്നുള്ള ക്ലാസ്സിൽ നിന്ന് കുറച്ച് കോഡ് ഇങ്ങോട്ട് എടുക്കുകയാണ് എംപ്ലോയിയിലേക്ക്. അതായത് നമ്മൾ വിളിക്കാൻ എംപ്ലോയിനെ പേഴ്സൺ എന്നുള്ള ക്ലാസ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യാന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ ഇൻഹെറിറ്റൻസ് എന്നൊക്കെ സാധാരണ നമ്മൾ റിയൽ ലൈഫിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു അച്ഛന് മകനിലേക്ക് കുറേ പ്രോപ്പർട്ടീസ് കിട്ടിയിട്ടുണ്ടാവും ഇൻഹെറിറ്റ് ചെയ്തിട്ട്, അല്ലെ അമ്മേന്ന് കുറേ പ്രോപ്പർട്ടീസ് കിട്ടിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ എന്താണ് പേഴ്സണിന് കുറേ പ്രോപ്പർട്ടീസ് എംപ്ലോയിയിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇൻഹെറിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ക്ലാസ്സിന് ഉണ്ടാക്കുമ്പോൾ പേര് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റും. ഫംഗ്ഷൻ ഒക്കെ കൊടുക്കുന്ന പോലെ ബ്രാക്കറ്റ് കൊടുക്കാൻ പറ്റും. ഡീഫോൾട്ട് ആയിട്ട് ആവശ്യമില്ല, കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബ്രാക്കറ്റ് കൊടുക്കുകയാണ്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, പേഴ്സൺ എന്ന് കൊടുക്കാം. ഇതിന്റെ മീനിങ് എന്താ വെച്ചാൽ ഈ എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസ് ശരിക്കും പറഞ്ഞാൽ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യാം. അതായത് എല്ലാ എംപ്ലോയിയും ശരിക്കും ഒരു പേഴ്സൺ ആണ്, പക്ഷേ കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ ഉണ്ട് എന്ന് മാത്രം. നമുക്കറിയാം എല്ലാ എംപ്ലോയിയും മനുഷ്യന്മാരാണ്, എല്ലാ മനുഷ്യന്മാർക്കും പേര് ചോദിച്ചും ഉണ്ടാവും. അതാണ് ഇവിടെ ശരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എംപ്ലോയി എന്നുള്ള ക്ലാസ് പേഴ്സൺ എന്നുള്ള ക്ലാസ്സിന് എന്ത് ചെയ്യാണ്, ഇൻഹെറിറ്റ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തണം. അതായത് നമ്മളിവിടെ എന്ത് ചെയ്യാണ്, നെയിമും ഏജും ഇവിടെ മാനുവലി ഇങ്ങനെ സെറ്റ് ചെയ്യണം അല്ലേ. സെൽഫ് ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം, സെൽഫ് ഡോട്ട് ഏജ് ഈക്വൽ ടു ഏജ് ഇവിടെ ഇങ്ങനെ മാനുവലി സെറ്റ് ചെയ്യണം. പക്ഷെ നമുക്കറിയാം എന്തിൽ സെറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളെ പേഴ്സൺ എന്നുള്ള ക്ലാസ്സിൽ ഇനീറ്റ് എന്നുള്ള ഫംഗ്ഷൻ്റെ അകത്ത് ശരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നെയിമും ഏജും സെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ സ്റ്റേറ്റ്മെന്റും സെയിം അല്ലേ, അതായത് ഈ രണ്ട് ലൈനും സെയിം സാധനമല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫംഗ്ഷനെ ഇവിടെ അങ്ങോട്ട് വിളിച്ചാൽ മതി. അതായത് ഇതിന് പകരം നമുക്ക് ഈ ഫംഗ്ഷനെ വിളിച്ചാൽ മതി. നമുക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് എന്താ വെച്ചാൽ നിങ്ങൾ സൂപ്പർ എന്ന് വിളിക്കാം. ഒരു ഫംഗ്ഷനെ പോലെ സൂപ്പർ എന്ന് വിളിക്കാം. സൂപ്പർ എന്ന് വിളിച്ചാൽ അതിന്റെ മീനിങ് എന്താ വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അച്ഛനെ വിളിക്കണ കാര്യമാണ്. അതായത് എംപ്ലോയിന്റെ മേലുള്ള ആളെ ഏതാണ് അയാളെ വിളിക്കുകയാണ്. സൂപ്പർ എന്ന് വിളിച്ചാൽ എംപ്ലോയിന്റെ മേലെ ആളുള്ള പേഴ്സൺ ആണുള്ളത്. അപ്പോൾ ശരിക്കും പേഴ്സണെ കിട്ടും. എനിക്ക് ഇനീറ്റ് ഫംഗ്ഷനെ വേണമെന്നുണ്ടെങ്കിലോ ഡോട്ട് എന്ന് കിട്ടാൽ മതി, ഇനീറ്റ് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ സൂപ്പറേന്ന് വിളിച്ചു. സൂപ്പറേന്ന് വിളിച്ചപ്പോൾ നമ്മൾ എംപ്ലോയി എന്നുള്ള ക്ലാസ് പേഴ്സൺ എന്നുള്ള ക്ലാസ്സിന് ഇൻഹെറിറ്റ് ചെയ്തതാണ്. അതായത് പേഴ്സൺ എന്നുള്ള ക്ലാസ്സിന്റെ ചൈൽഡ് ക്ലാസ് ആണ് എംപ്ലോയി നമ്മൾ വിളിക്കുക. അപ്പം നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പേഴ്സൺ എന്നുള്ള ക്ലാസ്സിന് കുറച്ച് കോഡ് നമ്മൾ എംപ്ലോയിയിൽ റീയൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ ഈ റിപ്പീറ്റേഷൻ വരുന്ന സാധനം, ഈ സാധനം ഇവിടെ ഉണ്ടായിരുന്നു, അവിടെ നമ്മൾ എന്ത് ചെയ്തു, സൂപ്പർ എന്നിട്ട് ഒരു ഫംഗ്ഷനെ വിളിക്കുന്ന പോലെ വിളിച്ചു, എന്നിട്ട് ഡോട്ട് ഇനീറ്റ് വിളിച്ചു. ഡോട്ട് ഇനീറ്റ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ ഈ ഫംഗ്ഷനാണ് വർക്ക്. ഇതിലേക്ക് സെൽഫും വേണം, നെയിമും വേണം, ഏജും വേണം. പക്ഷെ നമ്മൾ സൂപ്പറേന്ന് വിളിച്ചത് കൊണ്ട് സെൽഫിനെ പൈത്തണ് പാസ് ചെയ്തോളൂ. അതായത് നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ ഇനീറ്റിലേക്ക് നെയിമും ഏജും മാത്രം കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെയിം ഇവിടെ കിട്ടിയ നെയിം അങ്ങോട്ട് പാസ് ചെയ്യാം, ഏജ് ഇവിടെ കിട്ടിയ ഏജ് അങ്ങോട്ട് പാസ് ചെയ്യാം. എന്താ ശരിക്കും നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂപ്പറേന്ന് വിളിക്കുന്ന സമയത്ത് മേലത്തെ ക്ലാസിന്റെ ഇനിറ്റ് ഫംഗ്ഷനാണ് വർക്ക് ആവുക. സൂപ്പർ ഡോട്ട് ഇനീറ്റ് എന്നാണല്ലോ വിളിക്കുന്നത്. സൂപ്പർ എന്ന് വിളിച്ചാൽ നമ്മൾ പറഞ്ഞു ഈ ക്ലാസ് ആണ് വരിക. അപ്പോൾ അതിന്റെ ഇനീറ്റിനെ വിളിച്ചു, അതിലേക്ക് നെയിം ഏജും പാസ്സായി. അപ്പോൾ ഇത് വർക്കായി കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ വർക്കാവും. അപ്പോൾ ഇതിൽ എന്തുണ്ട്, സെൽഫ് ഡോട്ട് നെയിം ഈക്വൽ നെയിം, സെൽഫ് ഡോട്ട് ഏജ് ഈക്വൽ ഏജ് സെറ്റ് ചെയ്യാനുള്ള കോഡ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ആയിരുന്നെങ്കിൽ നമ്മൾ എന്താ ചെയ്തത്, നേരത്തെ ആയിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ ഈ സാധനം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുകയാണല്ലോ ചെയ്തിരുന്നത്. അതായത് നേരത്തെ നമ്മൾ ഈ സെൽഫ് ഡോട്ട് നെയിം ഈക്വൽ നെയിം, സെൽഫ് ഡോട്ട് ഏജ് ഈക്വൽ ഏജ് ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തായിരുന്നു. പക്ഷെ ഇവിടെ എന്താ അതേ സാധനം ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നമ്മൾ സൂപ്പർ ഡോട്ട് ഇനിറ്റ് നെയിമും ഏജും കൊടുത്തു. അപ്പോൾ സൂപ്പറേന്ന് ഫംഗ്ഷനെ പോലെ വിളിക്കുക, എന്നിട്ട് ഡോട്ട് ഇനിറ്റ് പറയാം, എന്നിട്ട് ഇനിറ്റിന് സാധാരണ സെൽഫും പിന്നെ പ്രോപ്പർട്ടീസും ആണ്. ആ സെൽഫിനെ പൈത്തണ് പാസ് ചെയ്തോളും. കാര്യം എന്താ, നമ്മൾ സൂപ്പറേന്ന് വിളിച്ചുകൊണ്ട് സെൽഫിനെ പൈത്തണ് പാസ് ചെയ്തോളും, എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ പാസ് ചെയ്യുന്നത് നെയിമും ഏജും പാസ് ചെയ്യണം. ഇനി ഈ ഒരു ക്ലാസിന്റെ എക്സ്ട്രാ ആയിട്ടുള്ള പ്രോപ്പർട്ടി നമ്മൾ ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്യണം. അതായത് എംപ്ലോയിയിൽ എക്സ്ട്രാ ആയിട്ട് സാലറി ഉള്ളതുകൊണ്ട് അത് നമ്മളിവിടെ സെറ്റ് ചെയ്യണം. നമ്മൾ സെറ്റ് ചെയ്തു. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ ഈ STR ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഇത് എന്ത് തരുന്നുണ്ട്, സെൽഫ് ഡോട്ട് നെയിമും സെൽഫ് ഡോട്ട് ഏജും തരുന്നുണ്ട്. അതായത് ഇത്രയും സാധനം മേലെയുണ്ട് കണ്ടോ, ഇതേ സാധനം സെയിം ആണ്. അപ്പൊ നമുക്ക് ഇതിനെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സൂപ്പർ ഉപയോഗിച്ചിട്ട് കൊടുക്കാം. അതായത് ഞാൻ സൂപ്പർ എന്ന് പറഞ്ഞ ഇവിടെ വിളിക്കുകയാണേ, എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാണ്, STR വിളിക്കുകയാണ്. അപ്പൊ എന്താ നടക്കാന്ന് വെച്ചാല് സൂപ്പർ ഡോട്ട് STR എന്നുള്ള മെത്തേഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ തരാം, സെൽഫ് ഡോട്ട് നെയിമും സെൽഫ് ഡോട്ട് ഏജും ഉള്ള ഒരു കോളം സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള സാധനം തരും. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൊണ്ടുപോയിട്ട് എന്താക്കും, പേസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പം പഴയ പോലെ തന്നെ ആയില്ലേ. അപ്പോൾ അതാണ് നടക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കോഡ് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം, എന്നിട്ട് ഒന്നും കൂടെ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ കണ്ടോ, അലക്സ് 20,000. നമ്മൾ ഇതിൽ എവിടെയെങ്കിലും അലക്സ് 20,000 എഴുതാനുള്ള കോഡ് ഇതിൽ കൊടുത്തിട്ടുണ്ടോ? അതേപോലെ തന്നെ നെയിമും ഏജും സെറ്റ് ചെയ്യാനുള്ള കോഡ് ഇതിൽ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. നമ്മൾ എംപ്ലോയി എന്നുള്ള ക്ലാസ് നോക്ക് വളരെ ചെറുതായില്ലേ. അപ്പോൾ ചെറുതായ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തു, പേഴ്സൺ എന്നുള്ള ക്ലാസ്സിൽ നിന്ന് കുറേ പ്രോപ്പർട്ടീസ് നമ്മൾ റീയൂസ് ചെയ്തു. എങ്ങനെ റീയൂസ് ചെയ്യുക, നമ്മൾ ക്ലാസിന്റെ പേര് പറഞ്ഞതിന് ശേഷം ബ്രാക്കറ്റിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം,
വേറൊരു ക്ലാസ്സിന്റെ പേര് പറയാം. ആ പ്രോസസ്സ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കും. അതായത് വേറൊരു ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഈ ക്ലാസ്സിലേക്ക് കുറച്ച് കോഡിനെ കടമെടുക്കുകയാണ്. അപ്പൊ കടമെടുക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ കൊടുത്താൽ മാത്രം നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻഹെറിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കൺസ്ട്രക്ടറിന്റെ അകത്ത് നമ്മൾ സാധാരണ പ്രോപ്പർട്ടീസ് ഒക്കെ സാധാരണ പോലെ വാങ്ങിക്കണം. പക്ഷെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള പ്രോപ്പർട്ടി മാത്രം ഇവിടെ നിന്ന് സെറ്റ് ചെയ്താൽ മതി. ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സൂപ്പർ എ എന്ന് വിളിച്ചാൽ ഇതിന്റെ അച്ഛനെ കിട്ടും, അതായത് ഇതിന്റെ മേലുള്ള ക്ലാസ്സിനെ കിട്ടും. അത് ഡോട്ട് ഇനീറ്റ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൺസ്ട്രക്ടർ കിട്ടി അതിലേക്ക് പാസ് ചെയ്താൽ മതി. അതായത് നെയിമും ഏജും നമുക്കറിയാം പേഴ്സണിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ അതിലേക്ക് അങ്ങോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ കോഡ് വർക്ക് ചെയ്തിട്ട് ആ പ്രോപ്പർട്ടി അങ്ങ് സെറ്റ് ആയിക്കോളും. അതായത് നമ്മൾ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മൾ സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ എക്സ്ട്രാ ആയിട്ടുള്ള പ്രോപ്പർട്ടി, അതായത് സാലറി എന്നുള്ള പ്രോപ്പർട്ടി എംപ്ലോയിക്ക് എക്സ്ട്രാ ആയിട്ട് വന്നതാണ്, അത് നമ്മൾ ഇവിടെ മാനുവലി സെറ്റ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഇവിടെ STR ഫംഗ്ഷൻ ഉണ്ട്. STR ഫംഗ്ഷനകത്ത് നമുക്കറിയാം നെയിമും ഏജും ഇവിടെ നമ്മൾ മാനുവലി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം, സൂപ്പർ എ എന്ന് വിളിച്ചാൽ മേലത്തെ ആളെ കിട്ടും. അതിന്റെ STR ഫംഗ്ഷനെ വിളിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം, ഈ നെയിമും ഏജും ഉള്ള സാധനം ഇങ്ങനെ കിട്ടും. അപ്പം അത് ശരിക്കും ഇവിടെ വെച്ച് റീപ്ലേസ് ആയിക്കോളും. പിന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ സാലറി ഇവിടെ കൊടുക്കാം. ഇങ്ങനെ നമുക്ക് എത്ര ക്ലാസ്സിന് വേണമെങ്കിൽ, ഇനിയിപ്പോൾ എംപ്ലോയി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മാനേജർ മറ്റു വേറെ ക്ലാസ് ഉണ്ടാക്കുക. എങ്ങനെയാ, ക്ലാസ് മാനേജർ എന്ന് പറഞ്ഞിട്ട് മറ്റേ എംപ്ലോയി ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനും കൺസ്ട്രക്ടർ കൊടുക്കാം, ഇതിനും ഫംഗ്ഷൻസ് ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇൻഹെറിറ്റൻസ് മനസ്സിലാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ ആയിട്ട് പുതിയൊരു എക്സാമ്പിൾ ഇവിടെ നോക്കാം കേട്ടോ. ഇതവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ചെയ്ത് നോക്കാം കേട്ടോ. ആകെ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ക്ലാസ്സിന് ഉണ്ടാക്കുന്നു, വേറെ ക്ലാസ്സിന് ഉണ്ടാക്കുമ്പോൾ നേരത്തെ ഉണ്ടാക്കിയ ക്ലാസ്സിന്റെ പ്രോപ്പർട്ടീസ് റീയൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സിന്റെ പേര് പറഞ്ഞതിന് ശേഷം ബ്രാക്കറ്റിനകത്ത് മേലത്തെ ക്ലാസ്സിന്റെ പേര് പറയുന്നു. അപ്പോൾ ആ ക്ലാസ് നമുക്ക് പ്രോപ്പർട്ടീസും ഫംഗ്ഷൻസ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെ ഉപയോഗിക്കാം, ഇപ്പോൾ കൺസ്ട്രക്ടറിന്റെ അകത്ത് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ സൂപ്പർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ മേലത്തെ ക്ലാസ്സിന് കിട്ടും, അതിന്റെ കൺസ്ട്രക്ടർ നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പം ഈ സാധനങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നമുക്ക് എവിടെയും ഉപയോഗിക്കാം കേട്ടോ. വേറെ ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഞാനത് മനസ്സിലാൻ വേണ്ടിയിട്ട് പുതിയൊരു സാധനം ഉണ്ടാക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ഒരു സാധനത്തെ നോക്കാം അല്ലെ, അതായത് ചതുരം. ചതുരത്തിന് എന്തുണ്ട്, നീളമുണ്ട്, വീതിയുണ്ട് അല്ലെ, ലെങ്ത്തും ഉണ്ട്, ബ്രെഡ്ത്തും ഉണ്ട്. അപ്പം ഒരു ചതുരമുണ്ട്, ചതുരത്തിന് എന്തുണ്ട്, നീളമുണ്ട്, വീതിയുണ്ട്, കുഴപ്പമില്ല. ഇനി ഒരു സമചതുരമാണെങ്കിലോ, സമചതുരത്തിന്റെ പ്രത്യേകത എന്താ, സമചതുരം ഒരു ചതുരമാണ്, പക്ഷെ അതിന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നീളവും വീതിയും സെയിം ആയിരിക്കും, ലെങ്ത്തും ബ്രെഡ്ത്തും സെയിം ആയിരിക്കും. അപ്പോൾ നമുക്കതിങ്ങനെ ഒബ്ജക്റ്റ് ഓറിയന്റഡിൽ റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു റെക്റ്റാങ്കിൾ റെപ്രസെന്റ് ചെയ്യാനുള്ള ക്ലാസ് ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കാം, ക്ലാസ് റെക്റ്റാങ്കിൾ എന്നിട്ട് ക്ലാസ് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് കൺസെപ്റ്റ് എഴുതി കൊടുക്കാം. സെൽഫ് നമുക്ക് എന്ത് ചെയ്യാം, ലെങ്ത്ത് ബ്രെഡ്ത്തും. എന്നിട്ട് നമുക്ക് സെൽഫ് ഡോട്ട് ലെങ്ത് ഈക്വൽ ടു ലെങ്ത്, അതേപോലെ തന്നെ സെൽഫ് ഡോട്ട് ബ്രെഡ്ത്ത് ഈക്വൽ ടു ബ്രെഡ്ത്ത്. അപ്പോൾ നമ്മൾ ഒരു റെക്റ്റാങ്കിൾ റെപ്രസെന്റ് ചെയ്യാനുള്ള ക്ലാസ് ഉണ്ടാക്കി. നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാം, ഇതിനൊരു STR ഫംഗ്ഷന് കൂടെ കൊടുത്തേക്കാം, STR ഫംഗ്ഷൻ കൊടുത്തേക്കാം. എന്നിട്ട് അത് റിട്ടേൺ നമുക്ക് ഫോർമാറ്റഡ് സ്ട്രിംഗ് ആയിട്ട് റെക്റ്റാങ്കിൾ, എന്നിട്ട് ബ്രാക്കറ്റിൽ നമുക്ക് സെൽഫ് ഡോട്ട് ലെങ്ത് സെൽഫ് ഡോട്ട് ബ്രെഡ്ത്ത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഒരു ചതുരത്തിന് റെപ്രസെന്റ് ചെയ്യാനുള്ള ക്ലാസ് ഉണ്ടാക്കി, അത്രയേ ഉള്ളൂ. ലെങ്ത്തും ബ്രെഡ്ത്തും വാങ്ങിയിട്ട് ചതുരത്തിന് റെപ്രസെന്റ്. പിന്നെ അത് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോപ്പർ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രിംഗ് ആയിട്ട് കാണിക്കുന്ന രൂപത്തിൽ സെറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം കേട്ടോ. അപ്പൊ ഞാനൊരു റെക്റ്റാങ്കിളിനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. റെക്റ്റാങ്കിൾ ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, റെക്റ്റാങ്കിൾ എന്നുള്ള ക്ലാസ്സിനെ ഉപയോഗിക്കാം. എന്നിട്ട് 10ഉം 5ഉം 10 ലെങ്ത്തും 5 ബ്രെഡ്ത്തും ഉള്ള ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കണം. എന്നിട്ട് നമുക്ക് റെക്റ്റാങ്കിൾ നമുക്കൊന്ന് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ ഓഫ് 10,5 വരുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാലേ, ഇതിനകത്ത് റെക്റ്റാങ്കിളിലെ ഏരിയ കണ്ടുപിടിക്കാൻ ഒരു ഫംഗ്ഷൻ എഴുതും. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിലെ ഏരിയ എന്താ, സിമ്പിൾ ആണല്ലേ, ലെങ്ത്തിന്റെ ബ്രെഡ്ത്താണ് ഏരിയ. അപ്പൊ നമ്മൾ DF ഏരിയ സെൽഫ് വേണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ സെൽഫ് ഡോട്ട് ലെങ്ത് ഇൻറ്റു സെൽഫ് ഡോട്ട് ബ്രെഡ്ത്ത്. അതായത് നമുക്ക് ഈ റെക്റ്റാങ്കിളിന് ഏരിയ വേണമെന്നുണ്ടെങ്കിൽ ഡോട്ട് ഏരിയ എന്നുള്ള ഫംഗ്ഷനെ വിളിച്ചാൽ മതിയാവും. വിളിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം, ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് കിട്ടാം. 10 × 5 50 കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി പെരിമീറ്റർ ആണെങ്കിൽ പെരിമീറ്ററും വേണമെങ്കിൽ നമുക്ക് എന്ത് ഇതേപോലെ ഒരു ഫംഗ്ഷൻ എഴുതി വെക്കാം. DF പെരിമീറ്റർ സെൽഫിന് എടുക്കും. എന്നിട്ട് റിട്ടേൺ 2 ഇൻറ്റു എന്നിട്ട് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. ഇതാണ് പെരിമീറ്റർ. 2 ഇൻറ്റു സെൽഫ് ഡോട്ട് ലെങ്ത് പ്ലസ് ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്തിട്ട് 2 പ്രാവശ്യം ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, പെരിമീറ്റർ കിട്ടുന്നത്. അപ്പൊ നമുക്ക് വേണം പെരിമീറ്റർ ഇവിടെ പ്രിന്റ് ചെയ്ത് നോക്കാം. 30 ഇട്ടുണ്ട്. ഓക്കെ, 10, 5, 15, 15, 15, 30, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മളൊരു റെക്റ്റാങ്കിൾ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു ക്ലാസ് ഉണ്ടാക്കി. ക്ലാസ്സിനകത്ത് പ്രോപ്പർട്ടീസും ഫംഗ്ഷനാലിറ്റീസും ഒക്കെ ഉണ്ട് കേട്ടോ. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്കറിയാം ഒരു സ്ക്വയർ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, റെക്റ്റാങ്കിൾ ആണ്. അപ്പം എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്ത് ഒരു സ്ക്വയർ ആക്കി മാറ്റാം. എങ്ങനെയാ, സ്ക്വയറിന്റെ പ്രത്യേകം എന്താ, ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ സെയിം ആയിരിക്കും, അതാണ് സ്ക്വയർ. അപ്പം 10 കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊരു ക്ലാസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. അതായത് ക്ലാസ് സ്ക്വയർ.
നമുക്ക് കൺസ്ട്രക്ടർ എഴുതി കൊടുക്കാം ഇനിറ്റ് സെൽഫ്, എന്നിട്ട് സ്ക്വയറിന് ലെങ്ത്തും ബ്രെഡ്ത്തും സെയിം ആയിരിക്കും, അതായത് നീളവും വീതിയും സെയിം ആയിരിക്കും, അതുകൊണ്ടാണല്ലോ സമചതുരാകുന്നത്. അതുകൊണ്ട് നമുക്കൊരു ലെങ്ത്ത് മാത്രം എടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് നമുക്ക് സെൽഫ് ഡോട്ട് ലെങ്ത്ത് ഈക്വൽ ടു ലെങ്ത്ത്. ഓക്കെ, ഇനി ഇതിനും ഇതേപോലെ തന്നെ പെരിമീറ്റർ, ഏരിയ, STR ഫംഗ്ഷൻ ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ STR ഫംഗ്ഷൻ കൊടുക്കാന്ന് വിചാരിച്ചു, df STR കൊടുക്കാണ്. ഓക്കെ, എന്നിട്ട് റിട്ടേൺ അടിക്കണം, എന്ത് ഫോർമാറ്റഡ് ആയിട്ട് സ്ക്വയർ, എന്നിട്ട് ബ്രാക്കറ്റിൽ സെൽഫ് ഡോട്ട് ലെങ്ത്ത് ഒന്ന് മാത്രം മതി, സമചതുരായതുകൊണ്ട് ഒരു ഇത് മാത്രം പറഞ്ഞാൽ മതിയാവും. അപ്പൊ നമുക്കറിയാം ഇതിനും പെരിമീറ്റർ ഉണ്ട്, ഏരിയ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ അതൊക്കെ ഇവിടെ കൊടുക്കാം. അതായത് df ഏരിയ വേണമെങ്കിൽ കൊടുക്കാം, അതായത് റിട്ടേൺ സെൽഫ് ലെങ്ത് ഇൻറ്റു സെൽഫ് ഡോട്ട് ലെങ്ത്. അതേപോലെ തന്നെ പെരിമീറ്റർ വേണമെങ്കിലും കൊടുക്കാം, റിട്ടേൺ 4 ഇൻറ്റു സെൽഫ് ഡോട്ട് ലെങ്ത്, അല്ലെങ്കിൽ 2 ഇൻറ്റു സെൽഫ് ഡോട്ട് ലെങ്ത് പ്ലസ് സെൽഫ് ഡോട്ട് ലെങ്ത് എന്നൊക്കെ കൊടുക്കാം. ഞാൻ അത് കുറച്ചും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താണ്. ഒരു സ്ക്വയറിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ക്ലാസ് നമ്മൾ ഉണ്ടാക്കി. എന്നിട്ട് നമുക്ക് സ്ക്വയറിനെ ഉണ്ടാക്കണമെങ്കിൽ സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ, എന്നിട്ട് എന്ത് ചെയ്യാം 10 ഉള്ള നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. നമ്മൾ സ്ക്വയറിനെ പ്രിന്റ് ചെയ്ത് നോക്കാണ്. സ്ക്വയർ ഓഫ് 10 വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏരിയ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. 10 ഉള്ള സ്ക്വയറിന്റെ ഏരിയ 100 ഇട്ടിട്ടുണ്ട്. ഇനി പെരിമീറ്റർ ആണെങ്കിലോ പെരിമീറ്റർ നോക്കാം, 40 ഇട്ടിട്ടുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. ഇവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ട്, സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ ക്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം എല്ലാ സ്ക്വയറും റെക്ടാങ്കിൾ ആണല്ലേ. ആകെ വ്യത്യാസം എന്താ, സ്ക്വയറിനകത്ത് ലെങ്ത് ബ്രെഡ്ത്ത് സെപ്പറേറ്റ് ഉണ്ടാവില്ല, രണ്ട് സെയിം ആയിരിക്കും. ബാക്കിയൊക്കെ സെയിം ആണ്. പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണെങ്കിലും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണെങ്കിലും സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്ക്വയറിനെ റെക്ടാങ്കിൾ എന്നുള്ള ക്ലാസ് അങ്ങോട്ട് ഇൻഹെറിറ്റ് ചെയ്യാം, റെക്ടാങ്കിൾ. അപ്പോൾ നമ്മൾ എന്താ ഇപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ സ്ക്വയർ എന്നുള്ള ക്ലാസ് റെക്ടാങ്കിൾ എന്നുള്ള ക്ലാസ്സിന് ഇൻഹെറിറ്റ് ചെയ്യാണ്. ബ്രാക്കറ്റിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്താ നമുക്കിനി ഈ സുഖം, ഇതിനകത്തുള്ള ഫംഗ്ഷൻസ് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് കൺസ്ട്രക്ടറിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇങ്ങനെ ലെങ്ത് എന്നുള്ള പ്രോപ്പർട്ടി സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, സൂപ്പർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ സ്ക്വയർ റെക്ടാങ്കിളിലൊക്കെ കിട്ടും. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഇനീറ്റ് വിളിക്കാം. അതിൽ ഇനീറ്റ് എന്തൊക്കെ വേണോ, ലെങ്ത്തും ബ്രെഡ്ത്തും വേണം. ലെങ്ത് ഇവിടെ ഉണ്ട്, ബ്രെഡ്ത്ത് നമ്മളതിൽ ഇല്ലല്ലോ. എന്താ സ്ക്വയറിന്റെ കേസിൽ ബ്രെഡ്ത്ത് ലെങ്ത് ഒക്കെ സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ലെങ്ത് തന്നെ അങ്ങോട്ട് പാസ് ചെയ്യാം. അപ്പം സൂപ്പർ എന്ന് വിളിച്ച് നമുക്ക് എന്ത് ചെയ്ത് നമ്മൾ റെക്ടാങ്കിളിന് ഇൻഹെറിറ്റ് ചെയ്ത് സ്ക്വയറിന്. അതുകൊണ്ട് തന്നെ നമുക്ക് കൺസ്ട്രക്ടർ നമ്മൾ ഇങ്ങനെ കൊടുത്താൽ ശരിക്കും എന്താ സംഭവിക്കാം, സൂപ്പർ എന്നിട്ട് ഇനീറ്റ് വിളിച്ച് അതിലേക്ക് ലെങ്ത് ലെങ്ത് പാസ് കഴിഞ്ഞാൽ ബ്രെഡ്ത്ത് ലെങ്ത് ഒക്കെ ഇവിടെ നമ്മൾ പാസ് ചെയ്ത വാല്യൂ, ഇപ്പോൾ ഇവിടുത്തെ കേസിൽ 10 ആണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ 10 ആയിട്ടാണ് പാസ് ആവുന്നത്. ഇനി നമുക്ക് ഈ പെരിമീറ്ററും ഏരിയ അങ്ങോട്ട് ഒഴിവാക്കാം. STR അവിടെ വന്നോട്ടെ, കാര്യം ഇത് സ്ക്വയർ എന്നുള്ള പേരാണ്, ഇത് റെക്ടാങ്കിൾ എന്ന പേരാണ്, അത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സ്ക്വയറിനകത്ത് നേരത്തെ കുറേ കോഡ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇത്ര കോഡ് മാത്രമേ ഉള്ളൂ. നമുക്കൊന്ന് ജസ്റ്റ് വീണ്ടും സ്ക്വയറിനെ പ്രിന്റ് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ സ്ക്വയറിന്റെ ഏരിയ പ്രിന്റ് ചെയ്ത് നോക്കാം, സ്ക്വയറിന്റെ പെരിമീറ്റർ പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടോ എല്ലാ സാധനങ്ങളും വർക്ക് ആവുന്നുണ്ട്. ഹലോ, കോഡ് വളരെ കുറവേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇത് നടന്നത്, നമ്മൾ ഇൻഹെറിറ്റൻസ് ഉപയോഗിച്ചാണ്. ഇൻഹെറിറ്റൻസ് എങ്ങനെ ഉപയോഗിക്കുക, ഒന്നുമില്ല. നമ്മളൊരു ക്ലാസ് ഉണ്ട്, അതായത് ഇവിടെ റെക്ടാങ്കിൾ എന്ന ക്ലാസ് ഉണ്ട്. ഈ ക്ലാസ്സിന്റെ കുറേ പ്രോപ്പർട്ടീസ് നമുക്ക് സ്ക്വയറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏരിയ പെരിമീറ്റർ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ എവിടെയെങ്കിലും ഏരിയ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടോ, പെരിമീറ്റർ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടോ? ഇല്ല. അത് എവിടെ നിന്നാണ് കിട്ടിയത്, അത് മേലത്തെ ക്ലാസ് നിന്ന്, അതായത് അച്ഛൻ്റെ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് വന്നത്, അതായത് സൂപ്പർ ക്ലാസ് നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയതാണ്. അതായത് റെക്ടാങ്കിൾ എന്നുള്ള ക്ലാസ് നിന്ന് സ്ക്വയർ എന്നുള്ള ക്ലാസ്സിലേക്ക് നമുക്ക് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയതാണ് നമ്മൾ വിളിക്കുക. അതായത് ഇവിടെയുള്ള ഈ രണ്ട് ഫംഗ്ഷൻസ് നമുക്ക് എന്താ ഈ ഒരു സ്ക്വയർ എന്നുള്ള ക്ലാസ്സിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മളിവിടെ കൺസ്ട്രക്ടറിന്റെ നമ്മൾ ജസ്റ്റ് അതിനൊന്ന് മോഡിഫൈ ചെയ്തിട്ട് പുതിയൊരു ലെങ്ത് തന്നെ 2 പ്രാവശ്യം പാസ് ചെയ്തിട്ട് കൊടുത്തതാണ്. പിന്നെ അതേപോലെ തന്നെ STR ഫംഗ്ഷൻ നമുക്ക് ഇത് സ്ക്വയർ എന്നാണ് കാണിക്കണം, നമുക്ക് റെക്ടാങ്കിൾ കാണിച്ചൊരു സുഖം ഉണ്ടല്ലോ, അതുകൊണ്ട് അത് നമ്മൾ മാറ്റിക്കൊടുക്കും. ഇവിടെ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കാം. അപ്പോൾ ഇൻഹെറിറ്റൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പൈത്തണിൽ കാണുന്ന പല കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ പല ഫ്രെയിം വർക്കുകളൊക്കെ ഉപയോഗിക്കും, അതിനകത്തൊക്കെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻഹെറിറ്റൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ചെയ്ത് നോക്കാം. ഇനി മനസ്സിലായ ആൾക്കാർ താഴെ കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഏതെങ്കിലും സ്വന്തമായിട്ട് എക്സാമ്പിൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് പൈത്തണിൽ പുതിയൊരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റ് പഠിക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ ക്ലാസ് എന്താ, ഒബ്ജക്റ്റ് എന്താന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ കുറേ പ്രോപ്പർട്ടിയും ഫംഗ്ഷനാലിറ്റിയും ഒരുമിച്ച് എഴുതുന്നതാണ് നമ്മൾ ക്ലാസ് എന്നുള്ള ആ ഒരു പരിപാടി. അതായത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിന്റെ ഐഡിയ തന്നെ അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ, നമുക്ക് റിയൽ വേൾഡിലുള്ള സാധനങ്ങൾ അതേപോലെ കോഡിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. കോഡ് നമുക്ക് ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും, സ്ട്രക്ചർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നമ്മൾ പ്രോപ്പർട്ടീനെയും ഫംഗ്ഷനെയും ഒരുമിച്ച് എഴുതുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എൻകാപ്സുലേഷൻ എന്ന് വിളിക്കാറുണ്ട്. അതായത് കുറേ വാരിയബിളിനെയും ഫംഗ്ഷനെയും ഒറ്റ യൂണിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ എൻകാപ്സുലേഷൻ എന്ന് വിളിക്കുക. ജസ്റ്റ് പേരാണ്.
പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഹെറിറ്റൻസ് പറഞ്ഞു, അതായത് ഒരു ക്ലാസ്സിൽ നിന്ന് വേറൊരു ക്ലാസ് കുറേ കോഡ്, അതായത് കുറേ പ്രോപ്പർട്ടിയും ഫംഗ്ഷനും ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടണതിന് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് വിളിച്ചു. അപ്പോൾ ഇൻഹെറിറ്റൻസ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞതാണ് എങ്ങനെ ചെയ്യാന്നുള്ളത്. അതായത് ഞാനിപ്പോൾ ഇവിടെ ഒരു ക്ലാസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വെഹിക്കിൾ എന്നുള്ള ക്ലാസ് ഉണ്ടാക്കാണ്. ഓക്കെ, എന്നിട്ട് അത് ഞാൻ കൺസ്ട്രക്ടർ കൊടുക്കുകയാണ്. ഓക്കെ, സെൽഫ് ഞാനൊരു മേക്ക് എന്നുള്ളൊരു പ്രോപ്പർട്ടി, വെഹിക്കിളിന്റെ കമ്പനിയാണ് കേട്ടോ മേക്ക് ഉദ്ദേശിക്കുന്നത്. സെൽഫ് ഡോട്ട് മേക്ക് ഈക്വൽ ടു മേക്ക് കൊടുക്കുക. ഓക്കെ, ഇനി വേറൊരു ഫംഗ്ഷൻ വേണേൽ കൊടുക്കുക, ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ പ്രിന്റ് ഡ്രൈവിംഗ് നോക്കാം. അപ്പോൾ ഇതൊരു ക്ലാസ് ആണ്, വെഹിക്കിൾ എന്നുള്ള ക്ലാസ് ആണ്. ഇതിൽ മേക്ക് എന്നുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഡ്രൈവ് എന്നുള്ളൊരു ഫംഗ്ഷൻ. ഇനി എത്രയോ ഫംഗ്ഷൻസും എത്രയോ പ്രോപ്പർട്ടിയും നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ വെഹിക്കിൾ എന്നുള്ള ക്ലാസ്സിൽ നിന്ന് നമുക്ക് ഈ ഒരു കോഡ്, അതായത് മേക്കിൻ്റെതും അതേപോലെ തന്നെ ഡ്രൈവിന് വേറെ എന്തെങ്കിലും ഉണ്ട്, അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വേറെ ക്ലാസ്സിൽ അതിനെ റീയൂസ് ചെയ്യാൻ പറ്റും. അതായത് ഞാനിപ്പോൾ ഇവിടെ കാറ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ക്ലാസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടാക്കുന്ന സമയത്ത് കാറ് കഴിഞ്ഞിട്ട് നമ്മൾ വെഹിക്കിൾ എന്ന് കൊടുത്ത് കഴിഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്താ വെച്ചാൽ കാർ എന്ന് പറയുന്നത് വെഹിക്കിൾ എന്നുള്ള ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യാനാണ് നമ്മൾ വിളിച്ചത്. അതായത് ഈ ഒരു ക്ലാസിന്റെ വെഹിക്കിൾ എന്നുള്ള ക്ലാസിന്റെ ചൈൽഡ് ക്ലാസ് ആണ് കാർ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ കാറിന്റെ പാരന്റ് ആണ് വെഹിക്കിൾ എന്നൊക്കെ നമ്മൾ പറയും. അതായത് ഒന്നുമില്ല, ഈ വെഹിക്കിൾ എന്നുള്ള ക്ലാസ്സിൽ നിന്ന് കുറച്ച് പ്രോപ്പർട്ടീസും അതേപോലെ തന്നെ കുറച്ച് ഫംഗ്ഷൻസും കാറിലേക്കും കിട്ടും. അതായത് നമ്മൾ കാറിനകത്ത് കൺസ്ട്രക്ടർ എഴുതുന്ന സമയത്ത് നമ്മൾ സെൽഫ് ഇപ്പം മേക്ക് കാറിനൊരു കളറും കൂടെ നമുക്ക് കൊടുക്കാം. ഓക്കെ, കളർ എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ മേക്കിനെ സെറ്റ് ചെയ്യാനുള്ള കോഡ് നമ്മൾ ഇതിന് അകത്ത് എഴുതേണ്ട ആവശ്യം. നമുക്ക് എന്ത് ചെയ്യാം, സൂപ്പർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ മേലത്തെ ക്ലാസ്സിന് കിട്ടും, അതായത് വെഹിക്കിളിന് കിട്ടും. അതിന്റെ കൺസ്ട്രക്ടറിന് നമുക്ക് വിളിക്കാൻ പറ്റും. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, പാസ് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ആയിട്ടുള്ള പ്രോപ്പർട്ടി മാത്രമേ നമ്മൾ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു സുഖം എന്താ വെച്ചാൽ ഈ ഡ്രൈവ് എന്നുള്ള ഫംഗ്ഷന് നമ്മൾ വെഹിക്കിളിനകത്ത് കൊടുത്തോണ്ട് തന്നെ നമുക്കത് കാറിനകത്ത് ഫ്രീ ആയിട്ട് കിട്ടും. അതായത് ഞാനിപ്പോൾ ഇവിടെ കാറിനെ ഉണ്ടാക്കാണെന്ന് വിചാരിച്ചു. അപ്പം ഇത് കാർ എന്ന് പറയുന്ന ക്ലാസ് ആണ്, ജസ്റ്റ് ഒരു ഐഡിയ ആണ്, ഇതൊരു ആക്ച്വൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം ആയിട്ടില്ല. ആവണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെ ഫംഗ്ഷനെ വിളിക്കുന്ന പോലെ വിളിച്ച് ഉണ്ടാക്കണം. ഉണ്ടാക്കുമ്പോൾ മേക്കും കളറും നമ്മൾ കൊടുക്കണം. അതായത് നമ്മൾ കൺസ്ട്രക്ടറിനകത്ത് മേക്കും കളറും ഇൻപുട്ട് ആയിട്ട് വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ മേക്ക് ഞാൻ ടൊയോട്ടോ കൊടുക്കുകയാണ്, കളർ ഞാൻ റെഡ് കൊടുക്കണം, ഒരു കാറിനെ ഉണ്ടാക്കി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, കാർ ഡോട്ട് ഡ്രൈവ് എന്ന് വിളിക്കാം. എന്നിട്ട് ഒന്ന് കോഡ് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, വെഹിക്കിൾ ഈസ് ഡ്രൈവിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കാർ എന്നുള്ള ക്ലാസ്സിനകത്ത് എവിടെയും ഈ ഡ്രൈവ് എന്നുള്ള ഫംഗ്ഷൻ കൊടുത്തിട്ടില്ല. പക്ഷെ എന്നിട്ടും വരുന്നുണ്ട്. അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വെഹിക്കിൾ എന്നുള്ള ക്ലാസ്സിൽ നിന്ന് ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് എന്തായി ഫ്രീ ആയിട്ട് കിട്ടി. അതാണ് ഇൻഹെറിറ്റൻസിന്റെ സുഖം. ഇനി ഫ്രീ ആയിട്ട് കിട്ടിയ സമയത്ത് നമുക്ക് അതന്നെ ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യുവാണെങ്കിൽ ഈ ഡ്രൈവ് എന്നുള്ള ഫംഗ്ഷനെ നമുക്ക് ഇതിവിടെ വീണ്ടും കൊടുക്കാം. അതായത് നമ്മൾ ഇതിനൊന്ന് മാറ്റി കൊടുക്കണം. അതായത് വെഹിക്കിൾ ഈസ് ഡ്രൈവിംഗിന് പകരം നമ്മൾ കാർ ഈസ് ഡ്രൈവിംഗ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാർ ഈസ് ഡ്രൈവിംഗ് എന്ന് കാണിക്കും. എന്താ, കാർ ഡോട്ട് ഡ്രൈവ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ കാർ എന്നുള്ള ക്ലാസ്സിനകത്ത് ആ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യും. ഇനി അതില്ലെങ്കിൽ അതിന്റെ മേലോട്ടുള്ള ക്ലാസ്, അതായത് അത് ഇൻഹെറിറ്റ് ചെയ്ത് വന്ന അതിന്റെ പാരന്റ് വെഹിക്കിൾ ആണല്ലോ, ഈ വെഹിക്കിളിനകത്ത് ഡ്രൈവ് ഉണ്ടോ നോക്കും, ആ ഡ്രൈവ് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ വേറൊരു വെഹിക്കിൾ ഉണ്ടാക്കണം. ഇപ്പൊ ഞാൻ ബോട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഓക്കെ, ഇപ്പൊ കാറ് പോലെ തന്നെ ഞാൻ എന്താണ് ബോട്ട് ഉണ്ടാക്കാൻ. അപ്പം കാറിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ബോട്ട് എന്ന് കൊടുക്കാം. മേക്കും കളറും തന്നെ അവിടെയും കിടക്കട്ടെ. ഡ്രൈവിന് ഇവിടെ നമ്മൾ കാർ ഈസ് ഡ്രൈവിങ്ങിന് പകരം നമുക്ക് എന്താ കൊടുക്കേണ്ടത്, ബോട്ട് ഈസ് സെയിലിംഗ് എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മളെ കാറുണ്ട്, ബോട്ട് ഉണ്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ എയർപ്ലെയിൻ ഉണ്ട്, എയർപ്ലെയിൻ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് ആണ്. എന്നിട്ട് എയർപ്ലെയിൻ അല്ലെങ്കിൽ ഫ്ലൈറ്റ് എന്ന് കൊടുക്കാം, അല്ലേ, അത് കുറച്ചും കൂടെ നല്ല നെയിം ഫ്ലൈറ്റ്. ഓക്കെ, എന്നിട്ട് മേക്കും കളറും എടുക്കട്ടെ. എന്നിട്ട് ഫ്ലൈറ്റ് ഈസ് ഫ്ലൈയിങ് എന്നല്ലേ നമ്മൾ പറയാം. ഫ്ലൈറ്റ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ കാറുണ്ട്, അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബോട്ട്. ഇപ്പം ഞാൻ യമഹ കൊടുക്കാണ്, ബ്ലൂ കൊടുക്കാം. ഓക്കെ, ബോട്ടായി. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലൈറ്റിനെയും കൂടെ ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ ഫ്ലൈറ്റിന് ഉണ്ടാക്കാണ്. ഫ്ലൈറ്റ് ഈക്വൽ ടു ഞാൻ എയർബസ് കൊടുക്കാണ്, ഞാൻ വൈറ്റ് കൊടുക്കാം. അപ്പൊ നമുക്ക് കാർ ഡോട്ട് ഡ്രൈവ് വിളിക്കാം. അതേപോലെ തന്നെ ബോട്ടിനകത്ത് എന്തുണ്ട്, ഡ്രൈവ് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്ലൈറ്റിനകത്തും ഡ്രൈവ് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ റൺ ചെയ്ത് നോക്കാണേ. അപ്പൊ കാറാണെങ്കിൽ കാർ ഈസ് ഡ്രൈവിംഗ്, ബോട്ടാണെങ്കിൽ ബോട്ട് ഈസ് സെയിലിംഗ്, ഫ്ലൈറ്റ് ആണെങ്കിൽ ഫ്ലൈറ്റ് ഈസ് ഫ്ലൈയിങ്. എന്താ സംഭവിച്ചൊന്നുമില്ല. നമ്മളൊരു ഫംഗ്ഷനെ വിളിക്കുന്ന സമയത്ത് ആ ഫംഗ്ഷന് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫ്ലൈറ്റിന്റെ കേസിൽ നമ്മൾ ഫ്ലൈറ്റിന് ഉണ്ടാക്കി എന്നിട്ട് ഫ്ലൈറ്റ് ഡോട്ട് ഡ്രൈവ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഫ്ലൈറ്റിനകത്ത് ഡ്രൈവ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്, അത് വർക്ക് ചെയ്യും. അല്ലെങ്കിൽ അതിന്റെ പാരന്റ് ക്ലാസ് ആയ വെഹിക്കിളിനകത്ത് ഉണ്ടെങ്കിൽ അതാണ് വർക്ക് ചെയ്യുക. ഇവിടുത്തെ കേസിൽ ഫ്ലൈറ്റിനകത്ത് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ഡീഫോൾട്ട് ആയിട്ട് ഡ്രൈവ് എന്നുള്ള ഫംഗ്ഷൻ ഉള്ള ആ ഒരു ഫംഗ്ഷനാലിറ്റി നമ്മൾ എന്ത് ചെയ്യാണ്, മാറ്റി പുതിയൊരു ഫംഗ്ഷനാലിറ്റി കൊടുക്കുകയാണ്. അതായത് നമ്മളിവിടെ ഈ ഫംഗ്ഷന് ഡ്രൈവ് എന്നുള്ള ഫംഗ്ഷന് പുതിയൊരു മീനിങ് കൊടുക്കുകയാണ്. നമ്മൾ ഓവർ റൈഡിംഗ് എന്നാണ് സാധാരണ വിളിക്കുക. അതായത് പാരന്റ് ക്ലാസ്സിൽ, അതായത് വെഹിക്കിളിൽ ഓൾറെഡി ഉള്ള ഒരു ഫംഗ്ഷൻ ആണ് ഡ്രൈവ്. പക്ഷെ ആ ഡ്രൈവ് നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് തരുന്ന രൂപത്തിൽ വേണ്ട, നമുക്ക് കുറച്ച് ചേഞ്ച് വരുത്തണം. അപ്പോൾ ചേഞ്ച് വരുത്താൻ വേണ്ടി നമ്മൾ അതിന് പുതിയ മീനിങ് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, ഈ ഡ്രൈവ് എന്നുള്ള ഫംഗ്ഷനെ നമ്മൾ ഓവർ റൈഡ് ചെയ്യാണ്. വീണ്ടും
അതിനൊരു മീനിങ് കൊടുക്കുക ചെയ്തത്. ഓക്കെ, അപ്പം ഇത് നമ്മൾ മെത്തേഡ് ഓവർ റൈഡിംഗ് എന്നാണ് സാധാരണ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ പറയുക. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ കാറിന് ഡ്രൈവ് വിളിച്ചു കഴിഞ്ഞാൽ കാർ ഈസ് ഡ്രൈവിംഗ് എന്നാണ് വരുന്നത്, ബോട്ടിന് ഡ്രൈവ് വിളിച്ചെങ്കിൽ ബോട്ട് ഈസ് സെയിലിംഗ് എന്നാണ് വരുന്നത്, ഫ്ലൈറ്റിനാണെങ്കിൽ ഫ്ലൈറ്റ് ഈസ് ഫ്ലൈയിങ് എന്നാണ് വരുന്നത്. അപ്പോൾ എല്ലായിടത്തും നമ്മൾ അതിൻ്റെതായിട്ടുള്ള മീനിങ് കൊടുക്കുകയാണ് ചെയ്തത്. ബോട്ടിലാണെങ്കിൽ എന്താ വേണ്ടതെന്ന് പറഞ്ഞു, കാറിലാണെങ്കിൽ എന്താ വേണ്ടതെന്ന് പറഞ്ഞു, ഫ്ലൈറ്റിലാണെങ്കിൽ എന്താ വേണ്ടതെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യാണ്, വെഹിക്കിൾസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പെട്ടി ഉണ്ടാക്കുകയാണ്. ഓക്കെ, അതായത് നമ്മളെ അറേ എന്ന് വിളിക്കുന്ന സാധനം അല്ലെങ്കിൽ ലിസ്റ്റ് എന്ന് വിളിക്കുന്ന സാധനം. അതിൽ കാറുണ്ട്, ബോട്ട് ഉണ്ട്, ഫ്ലൈറ്റ് ഉണ്ട്. അപ്പം 3 ആൾക്കാരുണ്ട്. അപ്പം എനിക്ക് ഇതിലൂടെ ലൂപ്പ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഫോർ വെഹിക്കിൾ ഇൻ വെഹിക്കിൾസ്, ഞാനിവിടെ നിങ്ങൾക്ക് കാണാം ലിസ്റ്റിന് പേര് കൊടുക്കുമ്പോൾ പ്ലൂറൽ നെയിമാണ് കൊടുത്തത്, ലൂപ്പിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ സിംഗുലർ ഒക്കെ കൊടുക്കുന്നത് പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു കൺവെൻഷൻ ആണ്. അങ്ങനെ ഫോളോ ചെയ്താൽ നിങ്ങളെ കോഡ് ഭയങ്കര സ്റ്റാൻഡേർഡ് ആവട്ടോ. അങ്ങനെ ചെയ്യാണ്. എന്നിട്ട് നമ്മളിവിടെ വെഹിക്കിൾ ഡോട്ട് ഡ്രൈവ് എന്ന് വിളിക്കുകയാണേ. എന്നിട്ട് ഞാൻ ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാണ്. ഇപ്പം കണ്ടോ, എന്നിട്ടും കാർ ഈസ് ഡ്രൈവിംഗ്, ബോട്ട് ഈസ് സെയിലിംഗ്, ഫ്ലൈറ്റ് ഈസ് ഫ്ലൈയിങ് വരുന്നുണ്ട്. അതായത് വെഹിക്കിൾസ് വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കാറാ കിട്ടും, അപ്പോൾ കാർ ഡോട്ട് ഡ്രൈവ് വിളിക്കാം. പിന്നെ നമുക്ക് ബോട്ടാ കിട്ടും, ചാടി പോവല്ലേ ചെയ്യുന്നത്. അപ്പം അടുത്ത ബോട്ട് ഡോട്ട് ഡ്രൈവ് ആവും. പിന്നെ ഫ്ലൈറ്റാ കിട്ടുക, ഫ്ലൈറ്റ് ഡോട്ട് ഡ്രൈവ് ആവും. അപ്പം ബേസിക്കലി എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഏത് ടൈപ്പ് വെഹിക്കിൾ ആയിക്കോട്ടെ എല്ലാത്തിലും ഡ്രൈവ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിലെന്താണോ ഡ്രൈവിന്റെ മീനിങ് അതാണ് വരുന്നത്. അതായത് കാറിലാണെങ്കിൽ കാർ ഈസ് ഡ്രൈവിങ്, ബോട്ടിലാണെങ്കിൽ ബോട്ട് ഈസ് സെയിലിംഗ്, ഫ്ലൈറ്റിലാണെങ്കിൽ ഫ്ലൈറ്റ് ഈസ് ഫ്ലൈയിങ്. അപ്പം ഇവിടെ എല്ലായിടത്തും ഫംഗ്ഷന്റെ പേര് സെയിം തന്നെയാണ്. അതിൽ ആളനുസരിച്ചിട്ട് കാറാകുമ്പം, ബോട്ടാകുമ്പം, ഫ്ലൈറ്റ് ആകുമ്പം അതിന്റെ ഫംഗ്ഷനാലിറ്റി മാറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാധനത്തിന് നമ്മൾ പോളിമോർഫിസം എന്നാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ പറയാം. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ എൻകാപ്സുലേഷൻ എന്നുള്ളൊരു ടേം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ മെത്തഡ് ഓവർ റൈഡിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ പോളിമോർഫിസം പഠിച്ചു. ഇതൊക്കെ തിയററ്റിക്കൽ കൺസെപ്റ്റ് ആണ്. പ്രാക്ടിക്കലി നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഇത് കാണുന്നതാണ്. ഇപ്പോൾ ഡ്രൈവ് മാത്രം നമ്മളിപ്പോൾ പ്രിന്റ് എന്നുള്ള ഫംഗ്ഷൻ ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ പ്രിന്റിൽ നമുക്ക് നമ്പർ കൊടുക്കാം, കുഴപ്പമില്ല, പ്രിന്റ് ആവും. പിന്നെ എന്ത് കൊടുക്കുക, സ്ട്രിങ് കൊടുക്കുക, അതും കുഴപ്പമില്ല, പ്രിന്റ് ആവും. നമുക്ക് വേണമെങ്കിൽ എന്താ കൊടുക്കുക, ഡിക്ഷണറി കൊടുക്കുക, എന്തും കൊടുക്കുക പ്രിന്റിനകത്ത്. അപ്പോൾ നമ്മൾ ഇതുവരെ കുറച്ച് കൺസെപ്റ്റുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ ഒരു ഇൻട്രൊഡക്ഷൻ തരാന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാധനങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. കുറേ ക്ലാസ്സുകൾ നിങ്ങൾ കാണുന്ന റിയൽ ലൈഫിൽ കാണുന്ന സാധനങ്ങൾ സ്വന്തമായിട്ട് കോഡിൽ റെപ്രസെന്റ് ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ ഇൻഹെറിറ്റൻസും നിങ്ങൾ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ നമ്മൾ വെഹിക്കിളിൻ്റെ കേസ് പറഞ്ഞില്ലേ, അതൊക്കെ നമുക്ക് റിയൽ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ. അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കാം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറയാം. നമുക്കിനി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പൈത്തൻ്റെ കോഴ്സുമായിട്ട് കാണാം കേട്ടോ.